Hello students, so let's see about tunnel engineering in module 5. So tunnel എന്ന് പറയുന്നത് ഒരു underground passage ആണ് for transport of passengers, goods, water, sewage, oil, gas, etc. അപ്പോൾ also the construction should not cause any disturbance to the ground surface. Ground surfaceലുള്ള ഒരു ആക്ടിവിറ്റിക്കും ഡിസ്റ്റർബൻസും ഉണ്ടാവരുത് ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. ടണൽ ഈസ് an underground passage. Okay. So tunnels avoid disturbing or interfering with the surface life traffic during construction. അതായത് ഗ്രൗണ്ട് സർഫസിലുള്ള ഒരു ആക്ടിവിറ്റിക്കും ഡിസ്റ്റർബൻസോ ഇൻ്റർഫറൻസോ ഉണ്ടാക്കാതെയാണ് ടണൽസിൻ്റെ ഓപ്പറേഷൻ. കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തും അങ്ങനെയായിരിക്കും. ഓക്കെ, ടണൽ എഞ്ചിനീയറിംഗ് മോഡ്യൂൾ 5 പോർഷൻസ് ഇതാണ്. നമുക്ക് സെക്ഷൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സൈസ്. ഓക്കെ, ഷേപ്പ് എന്ന് പറഞ്ഞാൽ പല ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ട്. സർക്കുലർ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, എലിപ്റ്റിക്കൽ ഷേപ്പ്. അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ദ സോയിൽ. ഓക്കെ, ഏത് സോയിലാണ് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടാക്കുന്നത്, ഹാർഡ് സോയിലാണോ സോഫ്റ്റ് സോയിലാണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സെക്ഷൻ. അപ്പോൾ അതിൽ തന്നെ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിന് എന്താണ് ഇറ്റ് ഹാസ് മാക്സിമം റെസിസ്റ്റൻസ് ടുവേർഡ്സ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സ്. അപ്പോൾ ഇന്റേണൽ ലോഡ് ആയാലും എക്സ്റ്റേണൽ ലോഡ് ആയാലും നമ്മൾ അണ്ടർഗ്രൗണ്ട് ഒരു സോയിൽ സർഫസിൽ കൂടെ ഈ ടണൽ ഡിഗ് ചെയ്യുവാണ്, അല്ലെ കുഴിക്കുവാണ്. അപ്പം എക്സ്റ്റേണൽ പ്രഷറും ഇന്റേണൽ പ്രഷറും എല്ലാം റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഏറ്റവും നല്ല ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പാണ്. അതുപോലെ തന്നെ കുറഞ്ഞ വിഡ്ത്തിൽ കൂടുതൽ സൈസ് കിട്ടുന്ന ഷേപ്പും സർക്കുലർ ഷേപ്പാണ്. ഓക്കെ, നോക്കാം. ഇനി ടണൽസിന്റെ പല ഷേപ്സ് ഉണ്ട്. സർക്കുലർ ഷേപ്പ് ഉണ്ട്, എലിപ്റ്റിക്കൽ ഷേപ്പ് ഉണ്ട്, ഹോഴ്സ് ഷൂ ഉണ്ട്, ആർച്ച്ഡ് റൂഫ് വിത്ത് വെർട്ടിക്കൽ വാൾസ്, പിന്നെ പോളിസെൻട്രിക് ക്രോസ് സെക്ഷൻ. സർക്കുലർ ആണെങ്കിൽ ഇതിന്റെ പർപ്പസ് ക്യാരിയിങ് വാട്ടർ ആൻഡ് സിവേജ്, എലിപ്റ്റിക്കൽ ആണെങ്കിൽ വാട്ടർ ആൻഡ് സിവേജ് മീൻസ്. ഹോഴ്സ് ഷൂ ഷേപ്പ് ഫോർ റോഡ് ആൻഡ് റെയിൽവേസ്, അല്ലെ നിങ്ങളുടെ ഏറ്റവും പുതിയ കുതിര ടണൽ പോലും ഒരു ഹോഴ്സ് ഷൂ ഷേപ്പാണ്. പിന്നെ ആർച്ച്ഡ് റൂഫ് വിത്ത് വെർട്ടിക്കൽ വാൾസ്, റൂഫ് ആർച്ച്ഡ് ആയിരിക്കും, വാൾസ് വെർട്ടിക്കൽ ആയിരിക്കും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് തോന്നുന്നു. വെർട്ടിക്കൽ വാൾസ് വിത്ത് ആർച്ച്ഡ് റൂഫ്, അത് ഫോർ റോഡ്സ് ആൻഡ് റെയിൽവേസ്. അതുപോലെ തന്നെ പോളിസെൻട്രിക് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അത് പല സെന്റേഴ്സ് ഉള്ള, അത് ഒരു കർവ്ഡ് ഷേപ്പ് ആയിരിക്കും, അത് ഫോർ റോഡ്സ് ആൻഡ് റെയിൽവേസ്. ഓക്കെ, ഓക്കെ. ഇനി റെയിൽവേ ട്രാക്കിനാണെങ്കിൽ ദ സർക്കുലർ പോർഷൻ അറ്റ് ദ ബോട്ടം ഹാസ് ടു ബി ലെവൽഡ് ഇൻ ഓർഡർ ടു ലേ ദ ട്രാക്ക് ആൻഡ് ഫെസിലിറ്റേറ്റ് ഈസി റിമൂവൽ ഓഫ് മക്ക് ആൻഡ് പ്ലേസിംഗ് ഓഫ് കോൺക്രീറ്റ്. മക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടണൽ ഡിഗ് ചെയ്യുമ്പോൾ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ, അപ്പോൾ സോയിൽ കാണും, റോക്സ് കാണും. ഓക്കെ, അതെല്ലാം അതിനാണ് മക്കെന്ന് പറയുന്നത്. അപ്പം റെയിൽവേ ട്രാക്കിനുള്ള ടണലാവുമ്പോൾ അതിൻ്റെ ബോട്ടം പോർഷൻ ലെവൽഡ് ആയിരിക്കണം കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഷേപ്സ്. സർക്കുലർ ഉണ്ട്, എഗ് ഷേപ്പ് ഉണ്ട്, എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ഉണ്ട്, ബോക്സ് ഉണ്ട്, വെർട്ടിക്കൽ വാൾസ് ഓർ ആർച്ച് റൂഫ് ഉണ്ട്, ഹോഴ്സ് ഷൂ ഷേപ്പ് ഉണ്ട്. So let's see the circular shape tunnel. Circular section offers greater resistance. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എക്സ്റ്റേണൽ പ്രഷർ ആയാലും ഇന്റേണൽ പ്രഷർ ആയാലും സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ഗ്രേറ്റർ റെസിസ്റ്റൻസ്. അതുപോലെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അൺസ്റ്റേബിൾ ഗ്രൗണ്ട്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ സാൻഡ് അല്ലെങ്കിൽ ക്ലേ സോയിൽ കൊണ്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ സർക്കുലർ ഷേപ്പ് ഹാസ് ഹൈലി സ്യൂട്ടബിൾ ഫോർ ദാറ്റ്. പിന്നെ ട്രാഫിക് ടണൽസിന് യൂസ് ചെയ്യാറില്ല ബിക്കോസ് ഇറ്റ് റിക്വയർസ് മോർ ഫില്ലിംഗ് ടു മേക്ക് ഫ്ലാറ്റ് ബേസ്. തന്നെ ഇപ്പോൾ ട്രാഫിക് ടണൽ, റോഡോ റെയിൽവേസിനുള്ള ടണലാണെങ്കിൽ, സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ബേസ് ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഫില്ല് ചെയ്യാൻ കൂടുതൽ എഫേർട്ട് വേണ്ടി വരും. ഓക്കെ, സോ ട്രാഫിക്കിന് റോഡോ റെയിൽവേ ടണൽസ് ആയിട്ട് സർക്കുലർ ഷേപ്പ് യൂസ് ചെയ്യാറില്ല. വാട്ടർ സ്യൂവേജ് ക്യാരി ചെയ്യാൻ ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. അതുപോലെ ഫോർ സാൻഡ് ഓർ സോഫ്റ്റ് ക്ലേ സോയിൽസ്. എലിപ്റ്റിക്കൽ ഷേപ്പ് ആണെങ്കിൽ they are generally used in grounds compared to rock, also serve as water sewage condition. വാട്ടർ ക്യാരി ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ സ്മോളർ ക്രോസ് സെക്ഷൻ അറ്റ് ദ ബോട്ടം മെയിൻറ്റെയിൻസ് ദ ഫ്ലോ അറ്റ് ദ റിക്വയർഡ് സെൽഫ് ക്ലീനിങ് വെലോസിറ്റി. താഴത്തെ ക്രോസ് സെക്ഷൻ, ഈ ഭാഗത്തെ ക്രോസ് സെക്ഷൻ ചെറുതായതുകൊണ്ട് അതിനൊരു സെൽഫ് ക്ലീനിങ് ഓപ്പറേഷൻ കാണും. അവിടെ ഒരുപാട് മെറ്റീരിയൽസ് ഡംപായി കിടക്കത്തില്ല. അവിടെ വേസ്റ്റ് എന്തെങ്കിലും അടിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും സെഡിമെന്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് സെൽഫ് ക്ലീൻ ആയിട്ട് പോകും. അപ്പം നാരോ ബേസ് ആയതുകൊണ്ട് തന്നെയും ട്രാഫിക്കിന് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഇതിൻ്റെ ബോട്ടമും ടോപ്പും നാരോ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് വാട്ടറും സ്യൂവേജും ക്യാരി ചെയ്യാൻ ഇത് പറ്റിയ ടൈപ്പ് ഓഫ്
ക്രോസ് സെക്ഷൻ എലിപ്റ്റിക്കൽ ഷേപ്പ്. അടുത്തത് ഡി സെക്ഷൻ ടണൽ അല്ലെങ്കിൽ സെഗ്മെന്റൽ ടണൽ. ഓക്കെ, ഇത് അപ്പോൾ റെയിൽവേസിന് യൂസ് ചെയ്യുന്നതാണ്. കാരണം വെർട്ടിക്കൽ വാൾസ് ആയതുകൊണ്ടും ഫ്ലാറ്റ് ഫ്ലോർ ആയതുകൊണ്ടും ഇത് റെയിൽവേസിന് സ്യൂട്ടബിൾ ആണ്. സെഗ്മെന്റൽ ടണൽ ഓർ ഡി സെക്ഷൻ ടണൽ. ഹോഴ്സ് ഷൂ ഷേപ്ഡ് ടണൽ ആണെങ്കിൽ ഒരു സെമി സർക്കുലർ ക്രോസ് സെക്ഷൻ കാണും മുകളിൽ, അതുപോലെ ബോട്ടത്തിലാണെങ്കിൽ ഒരു കർവ്ഡ് ട്രപ്പീസിയം ഷേപ്പ്. അപ്പം ഇവിടെ ട്രപ്പീസിയം ഷേപ്പ് കർവ് ചെയ്ത പോലെ ഇവിടെ സെമി സർക്കുലർ ഷേപ്പ്. അപ്പോൾ ഇത് റോഡ്സിനും റെയിൽവേസിനും സ്യൂട്ടബിൾ ആണ്, ട്രാഫിക് ടണൽസിന് സ്യൂട്ടബിൾ ആണ്. അതുപോലെ ഇത് റോക്ക് സർഫസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടണൽ ഷേപ്പാണ്. അതുപോലെ ഇറ്റ് ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂട്ടിലൈസിങ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് in resisting the loading by means of arch action. ഈ ഒരു ആർച്ച് ഷേപ്പ് ഉള്ളത് കൊണ്ട് കോൺക്രീറ്റ് ടണൽ ആണെങ്കിൽ അതിന് ആ കംപ്രസീവ് സ്ട്രെങ്ത് കൊണ്ട്, കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് കൊണ്ട് ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതുപോലെ ബേസിന്റെ വിഡ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോർ ക്യാരിയിങ് ഇനഫ് ട്രാഫിക്. ഓക്കെ, ഇനി എഗ് ഷേപ്ഡ് ടണൽ നോക്കാം. ഓവൽ ആൻഡ് എഗ് ഷേപ്ഡ് ടണൽ. ഓക്കെ, അപ്പോൾ ഇത് എലിപ്റ്റിക്കൽ ആയിട്ട് സിമിലർ ആണ്. കാരണം ബോട്ടത്തിൽ നാരോ ആണ്. നാരോ ആണെങ്കിൽ സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ വാട്ടറും സ്യൂവേജും ക്യാരി ചെയ്യാൻ ബെസ്റ്റ് ആണ്. ട്രാഫിക് ടണൽസ് ആയിട്ട് ഇത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതായത് നാരോ ക്രോസ് സെക്ഷൻസ് അറ്റ് ദ ബോട്ടം. അപ്പോൾ സ്യൂവേജ് ക്യാരി ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇന്റേണൽ പ്രഷർ റെസിസ്റ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആൻഡ് ദീസ് സെക്ഷൻസ് ആർ ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്, കാരണം അതിന്റെ ഷേപ്പ് കൊണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് സീ റെക്ടാങ്കുലർ സെക്ഷൻ. ഇത് പെഡസ്ട്രിയൻ ട്രാഫിക്കിന് അല്ലെങ്കിൽ പെഡസ്ട്രിയൻ സബ്വേസിനൊക്കെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉണ്ട്. റോഡ് ക്രോസ് ചെയ്യാനൊക്കെ പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ട് ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് ഏറ്റവും ഈസി. അപ്പോൾ ദാറ്റ് ഇസ് കോസ്റ്റ്ലി ആൻഡ് ഓൾസോ ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്. ഇനി അടുത്ത ലെറ്റ്സ് മൂവ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ടണൽസ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് ടണൽ കൺസ്ട്രക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഗ്രൗണ്ട് കണ്ടീഷൻ, ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻ, അതുപോലെ ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ ടണൽ ഡ്രൈവ്, ഡെപ്ത് ഓഫ് ദ ടണൽ, അതുപോലെ ലോജിസ്റ്റിക്സ് ഓഫ് സപ്പോർട്ടിംഗ് ദ ടണൽ എക്സ്കവേഷൻ. അതായത് ലോജിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ടണൽ എക്സ്കവേറ്റ് ചെയ്യാൻ, ടണൽ ഡിഗ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നു, വരുന്നു, ടണൽ ഡിഗ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു, അതിനാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ദ ഫൈനൽ യൂസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ടണൽ, എന്താണ് ടണലിന്റെ യൂസ്, അതുപോലെ ഷേപ്പ് എന്താണ്, അതുപോലെ റിസ്ക് മാനേജ്മെന്റ്, ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് വന്നാൽ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യും. സോ 3 ബേസിക് ടൈപ്സ് ഓഫ് ടണൽ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഒന്ന് കട്ട് ആൻഡ് കവർ, 2 കൺസ്ട്രക്റ്റഡ് ഇൻ ഷാലോ ട്രെഞ്ച് ആൻഡ് ദെൻ കവേർഡ്. ആദ്യം കൺസ്ട്രക്ട് ചെയ്തു ഷാലോ, അതായത് ഡീപ്പ്, ഒരുപാട് ഡീപ്പ് അല്ലാതെ, ഒരുപാട് ഡെപ്തിലല്ലാതെ ചെറിയ ഡെപ്തിൽ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്തു, പിന്നെ കവർ ചെയ്തു. പിന്നെ ബോർഡ് ടണൽ. ഓക്കെ, അതായത് ഗ്രൗണ്ട് സർഫസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഡ്രില്ല് ചെയ്തെടുക്കുന്ന ടണലാണ് ബോർഡ് ടണൽ. അപ്പോൾ കട്ട് ആൻഡ് കവർ ഉണ്ട്, ഷാലോ ആൻഡ് ദെൻ കവേർഡ് ഉണ്ട്, അതുപോലെ ബോർഡ് ഉണ്ട്. ബോർഡ് മീൻസ് ഡ്രില്ലിംഗ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടണൽസ് ആണ് കൺവേയൻസ് ടണൽസ് ആൻഡ് ട്രാഫിക് ടണൽസ്. ഓക്കെ, അതുപോലെ തന്നെ ഷാലോ ടണൽസ് ഉണ്ട്, വിച്ച് ആർ കട്ട് ആൻഡ് കവർ, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഡീപ്പ് ടണൽസും ഉണ്ട്. ഷാലോ ആൻഡ് ഡീപ്പ്. ഷാലോ എന്ന് വെച്ചാൽ ഡെപ്ത് കുറവാണ്. ഡീപ്പ് ടണൽസ് ആർ വെരി മച്ച് ഡീപ്പർ ആൻഡ് ഇറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് എ ടണലിംഗ് ഷീൽഡ്. ഓക്കെ, പിന്നെ അക്കോർഡിംഗ് ടു അലൈൻമെന്റ് ദ ക്ലാസിഫിക്കേഷൻ, അലൈൻമെന്റ് ഓഫ് ദ ടണൽ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഒന്ന് ഓഫ് സ്പർ ടണൽസ് ഉണ്ട്. ഓഫ് സ്പർ എന്ന് വെച്ചാൽ ഷോർട്ട് ലെങ്ത് ടു നെഗോഷിയേറ്റ് മൈനർ ലോക്കൽ ഒബ്സ്റ്റക്കിൾസ്. ചെറിയ ഒബ്സ്റ്റക്കിൾസിനെ, ചെറിയ മൗണ്ടൻസോ ഹിൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെയ്യാനാണെങ്കിൽ വി ഹാവ് ഓഫ് സ്പർ ടണൽസ്. ഓക്കെ, then you have saddle or base tunnels which are constructed in the valleys along the natural slope. Okay, then you have slope tunnel which is constructed in steep hills. Okay, then spiral tunnels ഉണ്ട്. Spiral tunnels include tunnels that are provided in narrow valleys in the form of loops in the interior of the mountain. These increases the length of the tunnel to avoid the steep slopes. അപ്പോൾ ഒരുപാട് സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് ഉള്ള സമയത്ത് ടണൽ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് ഡെപ്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പൈറൽ ടണൽസ് ഇങ്ങനെ ലൂപ്പ് ചെയ്താണ് പോകുന്നത്. സ്ലോപ്പും കാണും, പിന്നെ അത് കർവ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ലൂപ്പ് ഫോം ചെയ്തായിരിക്കും പോകുന്നത്, ഇങ്ങനെ കറങ്ങി
ഓക്കെ, അപ്പം ഒരുപാട് സ്റ്റീപ്പ് സ്ലോപ്പും ആയിരിക്കത്തില്ല. നോ, അക്കോർഡിംഗ് ടു പർപ്പസ് നമ്മൾ നേരത്തെ പറഞ്ഞു, കൺവേയൻസ് ഉണ്ട്, സ്യൂവേജ് ടണൽ, വാട്ടർ ടണൽ, ഇലക്ട്രിക് പവർ ടണൽ, അതുപോലെ ട്രാഫിക് ടണൽ, റോഡ്, റെയിൽവേ, പെഡസ്ട്രിയൻ, ഓക്കെ, സബ്വേ, പിന്നെ വാട്ടർ കൺവേയൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മെറ്റ് വിത്ത് എന്ന് വെച്ചാൽ ഏത് സോയിലിൽ കൂടെയാണ് നമ്മൾ ഈ ടണൽ ഡ്രിൽ ചെയ്യുന്നത്. 3 ടൈപ്പ് ഉണ്ട്, ഹാർഡ് റോക്ക് ഉണ്ട്, സോഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ ടണൽസ് അണ്ടർനീത്ത് റിവർ ബെഡ്, റിവറിന്റെ അടിയിൽ കൂടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ടണൽ, അല്ലെങ്കിൽ വാട്ടർ ബിയറിംഗ് സോയിൽസിന്റെ അടിയിൽ കൂടെ വരുന്ന ടണൽസ്. ഓക്കെ, ഇനി ഷേപ്പ് അനുസരിച്ച് നോക്കാം. ആദ്യത്തെ ഡി ഷേപ്ഡ് ടണൽസ് ആണ്. ഡി ഷേപ്പ് ആണെങ്കിൽ ഓക്കെ, റിസ്ക് ഓഫ് ഫെയിലിയർ ഓർ കൊളാപ്സ് കോസ്ഡ് ബൈ external pressure from water or unstable soil is non-existent. അതായത് എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് ഡി ഷേപ്ഡ് ടണൽസ് കൊളാപ്സ് ചെയ്യത്തില്ല, ഡാമേജ് ആവത്തില്ല. ഓക്കെ, അപ്പം ടണൽ റൂഫ് ഇസ് ഓൾസോ കോൾഡ് സെഗ്മെന്റഡ് റൂഫ്. അതിൻ്റെ റൂഫിന് പറയുന്നത് ഡി ഷേപ്ഡ് ടണൽ. ഡി ഷേപ്പ് മീൻസ് ഇങ്ങനെ. ഓക്കെ, ഡി ഷേപ്പ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ റൂഫ് എന്ന് പറയുന്ന ഒരു സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അത് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ദ എൻറ്റയർ ലോഡ് ടു ദ സ്ട്രെയിറ്റ് വാൾ. അതായത് അതിൻ്റെ വാൾ സെക്ഷൻസ് വെർട്ടിക്കൽ ആയിരിക്കും, ഇത് ഒരു കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പ് കൊണ്ട് തന്നെ അതിന് എക്സ്റ്റേണൽ പ്രഷർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ലോഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദ റൂഫ് ടു ദ വാൾസ്, വെർട്ടിക്കൽ വാൾസ്. ദെൻ ദർ ഇസ് എ സർക്കുലർലി ഷേപ്ഡ് ടണൽ. സർക്കുലർലി ഷേപ്പ് ആണെങ്കിൽ അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ റെസിസ്റ്റ് ചെയ്യാൻ അതിന് സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ വാട്ടർ ബിയറിംഗ് സോയിൽസ് ഓർ സോഫ്റ്റ് ഗ്രൗണ്ട്സ്. റെയിൽവേക്കും റോഡിനും അത് സ്യൂട്ടബിൾ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, ബിക്കോസ് മോർ ഫില്ലിംഗ് ഈസ് റിക്വയർഡ് ഫോർ എ ഫ്ലാറ്റ് ബേസ്. റോഡോ റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലാറ്റ് ബേസ് വേണം. അപ്പോൾ നമ്മൾ ആ സർക്കുലർ ക്രോസ് സെക്ഷൻ പണിഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ഫില്ല് ചെയ്യേണ്ട വരും. അതുപോലെ തന്നെ ഹോഴ്സ് ഷൂ ഷേപ്ഡ് ടണൽ ഹാവിങ് എ സെമി സർക്കുലർ ഷേപ്പ് വിത്ത് ആർച്ച് സൈഡ്സ്. ഓക്കെ, ഹോഴ്സ് ഷൂ എന്ന് വെച്ചാൽ ഇങ്ങനെ കുതിരയുടെ ലാടം പോലെ ഇരിക്കും. ഓക്കെ, കോമൺലി യൂസ്ഡ് ഇൻ റെയിൽവേസ് ആൻഡ് റോഡ്വേസ്, കാരണം ഫ്ലാറ്റ് ബേസ് ആണ്. ഓക്കെ, പക്ഷേ സൈഡ്സ് വെർട്ടിക്കൽ അല്ല. ഓക്കെ, അതിന് ഇന്റേണലും എക്സ്റ്റേണൽ പ്രഷർ റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഡി ഷേപ്ഡ് ടണലിന്റെയും സർക്കുലർ ഷേപ്ഡ് ടണലിന്റെയും അഡ്വാൻറ്റേജ് കമ്പൈൻ ചെയ്തുള്ള ഒരു ടണലാണ് ഹോഴ്സ് ഷൂ ഷേപ്ഡ് ടണൽ. അതുപോലെ റെക്ടാങ്കുലർ ഷേപ്പ് ഇസ് സ്യൂട്ടബിൾ ഫോർ ഹാർഡ് റോക്സ്, അതുപോലെ ഫോർ പെഡസ്ട്രിയൻസിനും, പക്ഷേ ഇറ്റ് ഇസ് കോസ്റ്റ്ലി. അതുപോലെ എഗ് ഷേപ്ഡ് ടണൽ ആണെങ്കിൽ ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ സ്യൂവേജ് ലൈൻ. ഓക്കെ, കാരണം ഇറ്റ് ഹാസ് എ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി, അതുപോലെ ക്യാൻ റെസിസ്റ്റ് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സ്. അപ്പം ഷേപ്പ് ക്ലാസിഫിക്കേഷൻ: ഡി ഷേപ്ഡ് ടണൽ, സർക്കുലർലി ഷേപ്ഡ് ടണൽ, ഹോഴ്സ് ഷൂ ഷേപ്ഡ് ടണൽ, അതുപോലെ റെക്ടാങ്കുലർ ഷേപ്ഡ് ടണൽ, എഗ് ഷേപ്ഡ് ടണൽ. Next, now we have seen the sections classification. Next we will move to tunnel surveying. Okay, tunnel surveying is a type of underground surveying for the construction of tunnels. Okay, a special instruction on the type of survey and the equipment that must be used in the tunnel surveying procedure are initially given by the planners. Special instructions and equipments ഒക്കെ യൂസ് ചെയ്താണ് tunnel survey ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിലുള്ള സെന്റർ ലൈൻ അത് നമ്മൾ ടണലിന്റെ അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓൾസോ ലെവലിംഗ് ഓഫ് ദ സർഫസ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ദി ഇന്റേണൽ ഓഫ് ദി ടണൽ. അപ്പോൾ ലെവലിംഗ്, ഒന്ന് സെന്റർ ലൈൻ നമ്മൾ ഗ്രൗണ്ട് സർഫസിലുള്ളത് ടണലിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, രണ്ട് ടണലിന്റെ ഗ്രൗണ്ട് സർഫസ് ലെവൽ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ടണൽ സർവേയിൽ. ഇതിന്റെ പ്രൊസീജിയർ നോക്കാം. ദ ഇനിഷ്യൽ പ്രൊസീജിയർ ഇസ് ടു ക്യാരി ഔട്ട് എ പ്രിലിമിനറി സർവേ. ആദ്യം ഒരു പ്രിലിമിനറി സർവേ ചെയ്യാം. ഓക്കെ, എവിടെയാണ്? സർഫസിൽ, ടണലിന്റെ സർഫസ് ഏരിയയിൽ. അപ്പം ഇത് നമ്മൾ ടണലിൽ താഴെ കൂടെ പോകുന്നു, അപ്പം നമ്മൾ ഈ സർഫസ് ഏരിയയിൽ ഒരു ഇനീഷ്യൽ സർവേ നടത്തും. ഓക്കെ, ഫ്രം ദി സ്റ്റാർട്ട് ഓഫ് ദി എക്സ്കവേഷൻ ആസ് എ പാർട്ട് ഓഫ് ദി ടണൽ കൺസ്ട്രക്ഷൻ ഇറ്റ് ഇസ് എസെൻഷ്യൽ ടു കീപ്പ് അപ്പ് ഈവൻ മൈന്യൂട്ട് ആക്യുറസി. ഓക്കെ, ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മൾ ഒരു സർഫസിൽ നിന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന ടണലിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം ഈവൻ മൈന്യൂട്ട് എറർ ക്യാൻ ബി ഡാമേജിങ്. Okay, when a new area of excavation is commenced, center line of the before finished work has to be carried forward over the new phase. നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സെന്റർ ലൈൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. So number shifting of the center line in vertical or horizontal direction is accepted when the opposite phases meet with adjacent headings. അപ്പോൾ രണ്ട് ടണൽ നമ്മൾ ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലും രണ്ട് ഫേസിൽ കൂടെ എക്സ്കവേറ്റ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ സെന്റർ ലൈനിന്റെ
ഷിഫ്റ്റിംഗ് അത് അക്സെപ്റ്റഡ് ആണ്. കാരണം രണ്ട് സെൻട്രൽ ലൈനും കോയിൻസൈഡ് ചെയ്യണം അല്ലേ, മാച്ച് ചെയ്യണം. ഓക്കെ, സോ എഞ്ചിനീയേഴ്സ് ട്രാൻസിറ്റ് ആൻഡ് പ്രോപ്പർലി ഹാൻഡിൽഡ് വർക്ക്സ് give satisfactory results for the construction of short tunnels. ചെറിയ ടണൽസ് ആണെങ്കിൽ നമ്മൾ നോർമൽ ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ തിയോഡലൈറ്റോ അല്ലെങ്കിൽ ലെവലോ അത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടും. Tunnel transit that is large and sophisticated helps in keeping the transverse axis horizontal. Okay, this is necessary for long tunnel construction. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വലിയ ടണൽസിന് അതാണ് സ്യൂട്ടബിൾ. ഓക്കെ, അതുപോലെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെയും പീരിയോഡിക് മെയിൻ്റനൻസ്, കാലിബ്രേഷൻ, ചെക്കിംഗ് ഇതെല്ലാം നടത്തിയിരിക്കണം. പിന്നെ ഇനി ലെവലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏരിയാസ് വിത്ത് സ്റ്റീപ്പ് സ്ലോപ്സ് ആർ മെഷേർഡ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. സ്ലോപ്പ് വരുന്ന സമയത്ത് ലെവലിംഗ് പ്രോസസ് കെയർഫുൾ ആയിട്ട് ചെയ്യണം. ദിസ് എൻഷുർഡ് ബൈ ഹാവിങ് ഈക്വൽ വാല്യൂസ് ഫോർ ബാക്ക് സൈഡ് ആൻഡ് ഫോർ സൈഡ് വാല്യൂസ് എല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ, അതും ഈ ബാക്ക് സൈഡും ഫോർ സൈഡും എല്ലാം എപ്പോഴും ഈക്വൽ വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എറേഴ്സ് അത്രയും കുറഞ്ഞിരിക്കും. ഓക്കെ, there are two methods that can be employed to measure the horizontal distances. They are stepping and inclined sights. Okay, inclined sight അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സൈറ്റ്, അതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്. ഓക്കെ, സ്റ്റീൽ ടേപ്സ് ആർ യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഫോർ ചെക്കിംഗ് എറേഴ്സ്. ഓക്കെ, സ്റ്റീൽ ടേപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ എറർ കുറച്ചുകൂടെ കുറയും. കാരണം ടെൻഷനോ ടെമ്പറേച്ചറോ കാരണം ആ സ്റ്റീൽ ടേപ്പിൻ്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഓക്കെ, ഇനി നമുക്ക് ഫിഗർ നോക്കാം. അലൈൻമെന്റ് ഓഫ് കർവ് ലൈൻ ഇൻ ടണൽ. ഓക്കെ, ദ സെന്റർ ലൈൻ ഓഫ് ദ കർവ് ഇൻ ദ ഫിഗർ ഇസ് ദി അലൈൻമെന്റ്. ദ സെന്റർ ലൈൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, സെന്റർ ലൈൻ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ കർവ് ദാറ്റ് മസ്റ്റ് ബി ഡിറ്റർമിൻഡ്. അപ്പോൾ ഈ സെന്റർ ലൈനിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ പൊസിഷനാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഇസ് ദ കർവ് ദാറ്റ് മസ്റ്റ് ബി ഡിറ്റർമിൻഡ്. ഈ കർവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ ഹെഡിങ്സ് കൺസിസ്റ്റ് ഓഫ് ഷോർട്ട് ടാൻജൻസ് ദാറ്റ് ആർ ഡ്രോൺ ടു ദ കർവ് ലൈൻസ് എ ബി ബി സി സി ഡി എക്സെട്ര. അപ്പോൾ നമ്മൾ ഈ ടാൻജന്റ് ലൈൻസ് ആണ് നമ്മൾ ആദ്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. To locate the center line of the area, offsets from the above mentioned tangents are set off. ആദ്യം നമ്മൾ സെറ്റിംഗ് ടാൻജന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഓഫ്സെറ്റ് എടുത്താണ് സെൻട്രൽ ലൈനിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് വെച്ചാണ് നമ്മൾ സെൻട്രൽ ലൈനിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നത് ഫ്രം ദി ടാൻജന്റ്. ഓക്കെ, when the heading has proceeded up to xy point like n on the tangents is aligned. Okay, അപ്പോൾ ഈ എക്സ് വൈ പോയിന്റ് വരെ നമ്മൾ ഹെഡിങ് കിട്ടിക്കഴിയുമ്പോൾ, ഹെഡിങ് എന്ന് വെച്ചാൽ ഈ സൈഡ് ലൈൻസ്, ഓക്കെ, ആ എഡ്ജസ് അത് കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ ടാൻജൻസ് നമ്മൾ ഫിക്സ് ചെയ്യും. ആദ്യം ഹെഡിങ്സ്, പിന്നെ ടാൻജൻസ്. ഓക്കെ, അതിനുശേഷം ഓഫ്സെറ്റ്സ്, കാൽക്കുലേറ്റഡ് ഓഫ്സെറ്റ്സ്. ഓക്കെ, ദാറ്റ് വിൽ ഇന്റർസെക്ട്, ഇത് ഇൻട്രസ്റ്റ് അല്ല, ഇന്റർസെക്ട് എന്നാണ്, ഇന്റർസെക്ട് ദി സെന്റർ ലൈൻ ഓഫ് ദ ഹെഡിങ്. ഓക്കെ, അപ്പോൾ സെക്ഷൻസ് കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ടണൽ സർവേയിങ്ങിനകത്ത് നമ്മൾ ഇനി ലെറ്റ്സ് സീ ദ അലൈൻമെന്റ്. നമ്മൾ സെന്റർ ലൈൻ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു, വിത്ത് ടാൻജൻസ് ആൻഡ് ഓഫ്സെറ്റ്സ്. ഇനി നമുക്ക് അലൈൻമെന്റ് നോക്കാം. ഓക്കെ, ടണൽ അലൈൻമെന്റ് ആൻഡ് ഗ്രേഡിയന്റ്. A precise and detailed survey is necessary before setting the alignment of a tunnel on the ground. ഓക്കെ, അപ്പോൾ ചെറിയൊരു എറർ ഉണ്ടെങ്കിൽ പോലും രണ്ട് അലൈൻമെന്റ്സും മീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ടണൽ നമ്മൾ രണ്ട് ഫേസിന് എക്സ്കവേറ്റ് ചെയ്ത് വരുമ്പോൾ എൻഡ്സ് മീറ്റ് ചെയ്യാതെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. When starting work, both the ends of the tunnels as well as center line are marked with precision on the ground so that the correct length of the tunnel can be determined. An accurate survey, അപ്പം ഇത് നമ്മൾ വർക്ക് രണ്ട് ടണലിൻ്റെ രണ്ട് എൻസിലും തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഇതാണ് ടണൽ, അപ്പോൾ ഈ ഫേസിലും നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഫേസിലും എക്സ്കവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്കവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെൻറ്റർ ലൈൻസ് നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ മാർക്ക് ചെയ്യും. Okay. An accurate survey is then carried out to ensure that center line of the alignment are transferred properly to the underground positions. നമ്മൾ സർവേ ചെയ്യുന്ന എവിടെയാണ്? ഗ്രൗണ്ട് സർഫസിലാണ്. അവിടുന്ന് നമ്മളിത് ഈ സെൻറ്റർ ലൈൻ നമ്മുടെ ടണലിൻ്റെ ഗ്രൗണ്ട് സർഫസിലോട്ട് എറർ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യണം. Following points require special attention when deciding the alignment. അപ്പോൾ നമ്മൾ
സെൻട്രൽ സർവേ ചെയ്യുന്നത് കണ്ടു, സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്യുന്നത് കണ്ടു. ഇനി അലൈൻമെന്റും ഗ്രേഡിയന്റും ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അലൈൻമെന്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ സിൻസ് നോർമലി സച്ച് എ റൂട്ട് വുഡ് ബി ദ ഷോർട്ടസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്കണോമിക്കൽ. സ്ട്രെയിറ്റ് ആയിരിക്കണം, കാരണം അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റും എക്കണോമിക്കൽ ആയിട്ടുള്ളത്. അതുപോലെ ഗ്രേഡിയന്റും മിനിമം പോസിബിൾ ആയിരിക്കണം. അതുപോലെ വെന്റിലേഷനും ലൈറ്റിങ്ങും ഉണ്ടായിരിക്കണം. വെന്റിലേഷൻ മീൻസ് എയർ സർക്കുലേഷനുള്ള എയർ പുറത്തുനിന്ന് അകത്തോട്ട് വരണം, അകത്തുനിന്ന് പുറത്തോട്ട് പോകണം. അതുപോലെ ലൈറ്റിങ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ സൈഡ് ഡ്രെയിൻസ് ഷുഡ് ബി ഗിവൺ ഇൻ എ മിനിമം ഗ്രേഡിയന്റ് ഓഫ് 1/500 ഫോർ എഫക്റ്റീവ് ഡ്രെയിനേജ്. ഓക്കെ, ഇത് നമ്മൾ അലൈൻമെന്റും ഗ്രേഡിയന്റും ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ലോങ്ങർ ടണൽസ് ആണെങ്കിൽ ഗ്രേഡിയന്റ് ഷുഡ് ബി പ്രൊവൈഡ് ഫ്രം ദ സെന്റർ ടുവേർഡ്സ് ദ എൻഡ്. ഓക്കെ, ടണലിന് നീളം കൂടുന്നതനുസരിച്ച് നമ്മൾ ടണലിന്റെ സെന്ററിൽ നിന്നും 2 സൈഡുകളിലേക്ക് സ്ലോപ്പ് കൊടുക്കും ഡ്രെയിനേജിന് വേണ്ടി. ഓക്കെ, alignment and grade in tunneling process, certain factors that must keep in mind in the tunneling procedures. Okay, അപ്പോൾ ടണലിംഗ് പ്രൊസീജിയറിലുള്ള കുറച്ച് നോക്കാം. ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള അലൈൻമെന്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ, സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് സർഫസിനെക്കാട്ടിലും അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർഫസിനെക്കാട്ടിലും കുറവ് ആയിരിക്കണം ടണലിനകത്തെ ഗ്രേഡ് എന്ന് പറയുന്നത്, ലെസ് ദാൻ ദി ഔട്ട്സൈഡ്. ഗ്രേഡിയന്റിന്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് 0.2%. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡ്രെയിനേജ്. ഓക്കെ, അപ്പോൾ ഇത് ആണ് കാണിച്ചിരിക്കുന്നത്. 2 വശങ്ങളിലോട്ടും ഡ്രെയിനേജ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലെറ്റ്സ് സീ ദ ട്രാൻസ്ഫറിംഗ് ദ സെന്റർ ലൈൻ ആൻഡ് ഗ്രേഡ് ഇൻ ടു ദ ടണൽ. ട്രാൻസ്ഫറിംഗ് ഓഫ് സെന്റർ ലൈൻ ഇൻ ടു ദ ടണൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ആക്യുറസിയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കാരണം ഇല്ലെങ്കിൽ കെയർലെസ്നെസ് ക്യാൻ കോസ് ദ ലൈൻസ് ഫ്രം ദ ഓപ്പോസിറ്റ് ഫേസസ് നോട്ട് ടു മീറ്റ്. നമ്മൾ 2 സൈഡിൽ നിന്നും ടണൽ എക്സ്കവേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ സൈഡിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്യുന്നു, ഈ സൈഡിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്യുന്നു, അങ്ങനെ സെന്റർ ലൈൻ മീറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥ വരാം. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സർഫസ്. ഇത് ഗ്രൗണ്ട് സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുന്ന് നമ്മൾ ഒരു ഷാഫ്റ്റ് നമ്മൾ ടണലിനകത്തോട്ട് ഡിഗ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഷാഫ്റ്റ്. ഓക്കെ, സോ ഈ ഷാഫ്റ്റിൽ കൂടെ ഒരു പ്ലം ബോബ് ഇറ്റ് ഈസ് ഡ്രോപ്പ് ഡൗൺ ത്രൂ ദ ഷാഫ്റ്റ്. ഓക്കെ, ട്രാൻസ്ഫറിങ് 2 സെന്റർ ലൈൻ പോയിന്റ്സ് ടു ദ ബോട്ടം ആസ് ഷോൺ. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ 2 പ്ലം ബോബ് താഴത്തേക്ക് ഇടുന്നു. ഇവിടെ ഇതാണ് ഗ്രൗണ്ട് സർഫസ്. പ്ലം ബോബ് ഇവിടെയുണ്ട്. ഈ 2 പ്ലം ബോബ് നമ്മൾ ഷാഫ്റ്റിൽ കൂടെ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത വയേഴ്സ്, പിയാനോ വയേഴ്സ്, ഈ വയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്ലം ബോബ് താഴോട്ട് ഡ്രോപ്പ് ചെയ്തത്. ഇതാണ് ടണലിന്റെ ഉൾഭാഗം. ഈ 2 സൈഡിൽ നിന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് വരുമ്പം സെന്റർ ലൈൻ മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്ലം ബോബ്സ് they are dropped vertically downwards. Okay, okay, ഇനി നടക്കുന്നതെന്ന് വെച്ചാൽ ഈ പിയാനോ വയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ they are passing through the grooves. Okay, that is connected to the shaft for easily leveled movement. അപ്പോൾ ഈ ഷാഫ്റ്റിൽ തന്നെ ഇങ്ങനെ ഗ്രൂവ്സ് ഉണ്ട്. ഈ ഗ്രൂവ്സിൽ കൂടെയാണ് പിയാനോ വയേഴ്സ് പാസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ വെർട്ടിക്കൽ പൊസിഷൻ ഫിക്സ് ചെയ്യാൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂവ്സ് കട്ട് ചെയ്തിരിക്കുന്നത്. വെൻ ദ പ്ലം ബോബ് റീച്ചസ് ദ ബോട്ടം ദേ ആർ റീപ്ലേസ്ഡ് ബൈ ഹെവി അയൺ. അപ്പം ഒരിക്കൽ പ്ലം ബോബ് താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലം ബോബിന്റെ അറ്റത്തൊരു വെയിറ്റ് ഉണ്ടല്ലേ സർവേ ചെയ്യുമ്പോൾ, ദാറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ ഹെവി അയൺ. എന്തിനു വേണ്ടിയിട്ടാണ്? വയർ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെർട്ടിക്കൽ ആവാൻ വേണ്ടി ഓൾറെഡി നമ്മൾ ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഹെവി അയൺ കൂടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, for higher precaution of the wire to resist any kind of vibration or oscillation, it is immersed in a container of oil. എന്നിട്ട് അതൊരു ഓയിലിന്റെ കണ്ടെയ്നറിനകത്ത് മുക്കിയിടും. അപ്പോൾ വയർ ഒരു കാരണവശാലും വെർട്ടിക്കൽ പൊസിഷൻ ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, അതിനുശേഷം വെർട്ടിക്കൽ ആക്കിയതിനു ശേഷം ലൈൻ ജോയിനിങ് ദ 2 plumb bobs are extended with the help as a theodolite that is placed on the shaft floor that is designated with respect to 1 point. അപ്പോൾ ഈ ഷാഫ്റ്റിൽ നമ്മളൊരു തിയോഡലൈറ്റ് വെച്ചിട്ടുണ്ട് ഷാഫ്റ്റിനകത്ത്, അതായത് ടണലിനകത്ത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ 2 പ്ലം ബോബും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, ഈ 2 പ്ലം ബോബിന്റെ വയേഴ്സും അല്ലെങ്കിൽ പ്ലം ബോബ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ ഈ തിയോഡലൈറ്റ് വെച്ച് ഫിക്സ് ചെയ്യും. ഓക്കെ, സിമിലർ റെഫറൻസ് പോയിന്റ് ഇസ് മെയ്ഡ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റൂഫ് ഇനിഷ്യലി നോട്ടഡ്. അപ്പോൾ അത് നമ്മൾ റൂഫിലും ആ പോയിന്റ് ഫിക്സ് ചെയ്യും, അതുപോലെ ഗ്രൗണ്ടിലും ഫിക്സ് ചെയ്യും. ഹെൻസ് സെന്റർ ലൈൻ ഈസ് മാർക്ക്ഡ് ഓൺ ദ ഷാഫ്റ്റ് ഫ്ലോർ
and continued for further tunnel extension. Okay, അപ്പോൾ ഫ്ലോറിലും റൂഫിലും നമ്മൾ റെഫറൻസ് മാർക്ക് ചെയ്യുന്നു. To transfer grade, the same piano wire and the plumb bob combination can be used to transfer the tunnel grade to the shaft bottom. Okay, ഇതുപോലെ തന്നെ അപ്പം നമ്മൾ പിയാനോ വയറും പ്ലം ബോബും വെച്ചിട്ട് നമ്മൾ റൂഫിലും ബോട്ടത്തിലും രണ്ടിടത്തും നമ്മൾ സെൻറ്റർ ലൈനും ഗ്രേഡും ഫിക്സ് ചെയ്യുന്നു. At 5 feet below the springing level of the roof, 2 points are marked on the wire. സ്പ്രിങ്ങിങ് ലെവൽ എന്ന് വെച്ചാൽ ടണലിൻ്റെ റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, അവിടെയും നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഫ്ലോറിൽ നമ്മൾ ബോട്ടത്തിൽ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്തു, റൂഫിൽ പോയിന്റ്സ് മാർക്ക് ചെയ്തു, സ്പ്രിങ്ങിങ് ലെവൽ ഓഫ് ദ റൂഫിലും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനിഷ്യലി ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദ ടോപ്പ് മാർക്ക് ഈസ് ഡിറ്റർമിൻഡ് with respect to the benchmark, that is a point near to the mouth of the shaft. ബെഞ്ച്മാർക്ക് എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ മൗത്തിലായിരിക്കും, അതായത് ഷാഫ്റ്റ് തുറക്കുന്ന സ്ഥലത്ത്. ഈ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ഒരു ബെഞ്ച് മാർക്ക് കാണും, അതായത് പോയിന്റ് ഓഫ് നോൺ പൊസിഷൻ. ആ പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് അല്ലെങ്കിൽ ലെവല് നമുക്ക് അറിയാം, അതാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ വെച്ച് നമ്മൾ സർവേ കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ ദ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദ സെക്കൻഡ് മാർക്ക് ഈസ് ഓൾസോ ഡിറ്റർമിൻഡ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സിന്റെ കാര്യം ഏതാ പറയുന്നത് വെച്ചാൽ നമ്മുടെ റൂഫിന്റെ 2 പോയിന്റ്സ് മാർക്ക് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ കാര്യമാണ് പറയുന്നത്. ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത് ഈ ബെഞ്ച് മാർക്കിന്റെ സഹായത്തോടു കൂടിയാണ്. With all the above measurements, a benchmark is determined at a point on the tunnel side wall. Based on this benchmark, the floor levels are transferred and continued measurement. Okay, next section is the shield method of tunneling. Okay, next let's see the shield method of tunneling. ഇവിടെ ഇതാണ് ഒരു ഷീൽഡ്. ഓക്കെ, അപ്പം എക്സ്കവേഷന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷീൽഡ് വെച്ചുകൊണ്ടുള്ള മെത്തേഡാണ് ഷീൽഡ് മെത്തേഡ് ഓഫ് ടണലിംഗ്. ഓക്കെ, ദിസ് ഇസ് യൂസ്ഡ് ആസ് എ വേ ടു കീപ് മെൻ സേഫ് ഇൻസൈഡ് man made tunnels as they are dug. അപ്പം ഈ ഷീൽഡിനകത്ത് നിന്നാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ഷീൽഡ്. This is meant to provide a frame at the leading edge of the tunnel to prevent cave for the workers who were excavating until a more permanent structure could be put into place. അപ്പോൾ ഈ ഷീൽഡ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത ആണ്. ദാറ്റ് ഇസ് ദ ലീഡിങ് എഡ്ജ് ഓഫ് ദ ടണൽ. ആൾക്കാർ അതിനകത്ത് നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ഷീൽഡ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അവർ വേറൊരു പെർമനന്റ് സ്ട്രക്ചർ അവിടെ വയ്ക്കും. അപ്പം പിന്നെ അതിനുശേഷമാണ് ഈ ഷീൽഡ് പിന്നെയും മുമ്പോട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെയും ഡിഗ് ചെയ്ത ഭാഗത്ത് ഒരു പെർമനന്റ് സ്ട്രക്ചർ വെക്കും, പിന്നെയും ഷീൽഡ് മുമ്പോട്ട് പോകും. അങ്ങനെയാണ് ആൾക്കാർ സേഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇൻ ദ ഷീൽഡ് മെത്തേഡ് ഓഫ് ടണലിംഗ്. ഓക്കെ, trenchless technology utilizes this method as a way to maintain phase stabilization and minimize ground movement. Okay, minimize ground movement എന്ന് വെച്ചാൽ നമ്മൾ ടണൽ ഡിഗ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ നമ്മുടെ വർക്കേഴ്സിന്റെ മുകളിലോട്ട് വീണ് ഡിസ്ട്രക്ഷൻ, ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ആൻഡ് ഫോർ ദ ഫേസ് സ്റ്റെബിലൈസേഷൻ, അതായത് ടണൽ നമ്മൾ ഡിഗ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ടണലിന്റെ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേസ് സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെ അൺസ്റ്റേബിൾ ആയത് ഇടിഞ്ഞ് വീണ് എല്ലാം കൂടെ നശിക്കും. Tunneling through subaqueous or water-bearing strata is quite a different job. Shield tunneling is generally preferred in such cases. അപ്പോൾ subaqueous അല്ലെങ്കിൽ water-bearing strataയിലാണ് ഷീൽഡ് ടണലിംഗ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഷീൽഡ് ഇസ് എ മൂവബിൾ ഫ്രെയിം ദാറ്റ് ഇസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഫേസ് ഓഫ് എ ടണൽ. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ പറയുന്നുണ്ട്, ഷീൽഡ് ഇസ് എ മൂവബിൾ ഫ്രെയിം ദാറ്റ് ഇസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഫേസ് ഓഫ് എ ടണൽ. ടണൽ ഈസ് എക്സ്കവേറ്റഡ് ആൻഡ് ലൈൻഡ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഷീൽഡ്. അപ്പോൾ ഷീൽഡ് നിൽക്കുമ്പോൾ തന്നെയാണ് ടണൽ എക്സ്കവേറ്റ് ചെയ്യുന്നതും ലൈൻ ചെയ്യുന്നതും. ലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടണലിൻ്റെ ഡിഗ് ചെയ്ത സർഫസ് ഒരു പ്രൊട്ടക്ഷൻ, ഒരു ലൈനിങ് കൊടുക്കുക. നെക്സ്റ്റ് വി വിൽ സി അബൌട്ട് ദ കംപ്രസ്ഡ് എയർ മെത്തേഡ്. കംപ്രസ്ഡ് എയർ മെത്തേഡ് ആണെങ്കിൽ അതാണ് മോഡേൺ മെത്തേഡ് ഫോർ സോഫ്റ്റ് ഗ്രൗണ്ട്സ് ഹാവിംഗ് വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റ. അപ്പോൾ ഷീൽഡ് മെത്തേഡ് നമ്മൾ പറയുന്നത് ദാറ്റ് ഇസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ സോഫ്റ്റ് ഗ്രൗണ്ട്. കംപ്രസ്ഡ് എയർ ടണലിംഗ് മെത്തേഡ് ഇസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ വാട്ടർ ബിയറിംഗ് ഓർ സോഫ്റ്റ് soils. അവിടെ compressed air is forced into the enclosed space to prevent collapse of the roof and sides of the tunnel. അപ്പോൾ നമ്മൾ ആ ടണൽ ഡിഗ് ചെയ്യുന്ന ആ സർഫസിലോട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ പമ്പ് ചെയ്യുവാണ്. അപ്പോൾ ആ എയർ ചെന്നിട്ട് ആ മെറ്റീരിയലിനെ അവിടെ ഹോൾഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഷീൽഡ് ആൻഡ് എയർ ടൈറ്റ് ലോക്സ്
യൂസ് ചെയ്യുന്നുണ്ട്. എയർ പമ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഷീൽഡ് പോലെ ഒരു മെറ്റീരിയലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷീൽഡിൻ്റെ റെസിസ്റ്റൻസും എയറിൻ്റെ റെസിസ്റ്റൻസും എല്ലാം കൊണ്ട് എക്സ്കവേഷൻ സേഫായിട്ട് ചെയ്യാൻ പറ്റും. Okay, numerous small tunnels have been driven using only linear plates or wood cans. Okay, this method is safely adopted if the air pressure is approximately 1 kilogram per centimeter square. Pressure കൂടുതലാണെങ്കിൽ working hours should be reduced because it will increase the cost of tunneling. ടണൽ ഡിഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷീൽഡ് ഉണ്ട്. അപ്പോൾ ആ ഷീൽഡിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ എയർ ഇങ്ങനെ കംപ്രസ്ഡ് എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഹൈ പ്രഷറാണ്, 1 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ പമ്പ് ചെയ്യുന്ന എയർ എന്തുവാണ് ഈ മെറ്റീരിയലിനെ ഹോൾഡ് ചെയ്യും. ഇവിടെ എന്തുവാണുള്ളത്, നമ്മുടെ റോക്സ്, സോയിൽ സ്ട്രാറ്റ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ആ കംപ്രസ്ഡ് എയർ ഉള്ളത്. അതിന് പുറമെ ഒരു ഷീൽഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്യുപ്മെന്റിനകത്തുള്ള കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ബൾക്ക് ഹെഡ് ഉണ്ട്. ബൾക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷീൽഡിനാണ് ബൾക്ക് ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ എയർ ടൈറ്റ് ഡയഫ്രം വിത്ത് ആൻ എയർ ലോക്ക്. ആ എയർ ലോക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ചേംബർ കാണും, അതിനാണ് എയർ ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ലോക്കിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കംപ്രസ്ഡ് എയർ പമ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ എയർ ടൈറ്റ് സിലിണ്ടറിക്കൽ സ്റ്റീൽ ചേംബർ വിത്ത് എ ഡോർ അറ്റ് ഈച്ച് എൻഡ് ഓപ്പണിംഗ് ഇൻവേർഡ്സ്. Okay, next let's see the third method, which is the tunnel boring machine. Okay, in tunnel boring machine അപ്പോൾ ഇവിടെ വരുമ്പോൾ ബൾക്ക് ഹെഡ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഷീൽഡ് കാണിച്ചിട്ടുണ്ട്. ബൾക്ക് ഹെഡ് ആണ് ആ ഫ്രണ്ടിൽ വരുന്ന പാർട്ട്, പിന്നെ ഷീൽഡ് അതിൻ്റെ പുറകെ വരുന്നുണ്ട്. ഓക്കെ, ടണൽ ബോറിംഗ് മെഷീൻ കൺസിസ്റ്റ് ഓഫ് 1 or 2 ഷീൽഡ്സ്. ഷീൽഡ് എന്ന് പറഞ്ഞാൽ ലാർജ് മെറ്റൽ സിലിണ്ടേഴ്സ്. അറ്റ് ദി എൻഡ് ഓഫ് എ ഷീൽഡ് എ കട്ടിംഗ് വീൽ ഇസ് അറ്റാച്ച്ഡ്. ഓക്കെ, ഷീൽഡിൻ്റെ പുറത്ത് ഒരു കട്ടിംഗ് വീലുണ്ട്. Behind the cutting wheel is a chamber, and inside it there is a set of hydraulic jacks which push the TBM forward. Hydraulic jacks ഉണ്ട് ഇവിടെ. ഈ ജാക്ക് വെച്ചിട്ടാണ് ഈ അറേഞ്ച്മെന്റ്, അതായത് കട്ടർ ഹെഡ്, ബൾക്ക് ഹെഡ്, ഷീൽഡ് ഇതെല്ലാം മുമ്പോട്ട് പോകുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈഡ്രോളിക് ജാക്സ്. നമ്മുടെ ഈ മെഷീൻ മൊത്തത്തിൽ പറയുന്ന പേരാണ് TBM, ടണൽ ബോറിംഗ് മെഷീൻ. ഇതിനെ പുഷ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ജാക്സ് ആണ്. Behind the shield at the finished part of the tunnel, several support mechanisms such as control rooms, rails for dirt removal, slurry pipelines, etc. can be set up. അപ്പം ഈ ഒരു TBMന്റെ പുറത്ത് കൺട്രോൾ റൂംസ് കാണും. ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ആണ്, അല്ലെ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കൺട്രോൾ റൂംസ് ഉണ്ട്. അതുപോലെ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സൈറ്റിൽ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യാനായിട്ട് കൺട്രോൾ റൂംസ് ഉണ്ട്. അതുപോലെ റെയിൽസ് ഫോർ ഡേർട്ട് റിമൂവൽ ആൻഡ് സ്ലറി പൈപ്പ് ലൈൻസ്. ടണൽ ഡിഗ് ചെയ്യുമ്പോൾ വരുന്ന ഡസ്റ്റ്, ഡേർട്ട്, സോയിൽ പാർട്ടിക്കിൾസ്, റോക്ക് പാർട്ടിക്കിൾസ്, വാട്ടർ, പിന്നെ മഡ് വാട്ടർ മിക്സ്, സ്ലറി, ഇതെല്ലാം റിമൂവ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ വേണം. The cutting wheel usually rotates at a speed between 1 rpm and 10 rpm, 1 revolutions per minute and rotations per minute and 10 rotations per minute. ആ സ്പീഡിലാണ് കട്ടിംഗ് വീല് പോകുന്നത്. Rotation speed is determined by engineers depending on the geology and diameter of the tunnel. Okay, മഡ് റിമൂവ് ചെയ്യാനായിട്ട് പൈപ്പ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൺവെയർ ബെൽറ്റ്സ് അല്ലെങ്കിൽ റെയിൽ സിസ്റ്റം ആണ്. Next we will see about tunnel ventilation. Okay, tunnel ventilation provide ചെയ്യുന്നതിന് ഉള്ള objectives. Why a tunnel ventilation is provided, അല്ലെങ്കിൽ what are the objectives of providing ventilation in the tunnel? Okay, to provide the working crew and environment of fresh air. അപ്പോൾ വർക്കേഴ്സിന് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി, അതുപോലെ ഫ്യൂംസ്, ഗ്യാസസ് അതെല്ലാം എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, കാരണം ഈ ഫ്യൂംസും ഗ്യാസസും ചിലപ്പോൾ എക്സ്പ്ലോസീവ് നേച്ചർ ആയിരിക്കും, ചിലപ്പോൾ പോയിസണസ് നേച്ചർ ആയിരിക്കും. ഓക്കെ, അതുപോലെ ടു റിമൂവ് ദ ഡ്രില്ലിംഗ്, മക്കിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ് ഗ്യാസസ്. നമ്മൾ ടണൽ ഡ്രിൽ ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ എക്സ്പ്ലോസീവ്സ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ടണൽ ഡ്രിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡ്രില്ലിംഗ് എക്യുപ്മെൻറ്റ് തന്നെയും ഒരുപാട് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതിനെ റിമൂവ് ചെയ്യണം. അതുപോലെ വെന്റിലേഷൻ ഈസ് എസെൻഷ്യൽ ഫീച്ചർ ടു ഫെസിലിറ്റേറ്റ് ഫങ്ഷണൽ, കംഫർട്ടബിൾ ആൻഡ് എ സേഫ് ടണൽ എൻവയൺമെൻറ്റ് ഫോർ ബോത്ത് ദ റോഡ് ആൻഡ് റെയിൽവേ ടണൽസ്. ട്രാഫിക് ടണലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോർ ഫങ്ഷനാലിറ്റി ആൻഡ് ഫോർ കംഫർട്ട് ആൻഡ് ഫോർ എ സേഫ് എൻവയൺമെൻറ്റ് വെന്റിലേഷൻ ഇസ് നെസസറി ഡ്യൂറിംഗ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. ലെറ്റ്സ് സീ അബൌട്ട് ദ മെത്തേഡ്സ് ഓഫ് വെന്റിലേഷൻ. നാച്ചുറൽ മെത്തേഡ് ഓഫ് വെന്റിലേഷൻ ഉണ്ട്. നാച്ചുറൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഡ്രില്ലിംഗ് ഡ്രിഫ്റ്റ്സ് ത്രൂ ദ ടണൽ ഫ്രം പോർട്ടൽ ടു പോർട്ടൽ. ഇപ്പോൾ ഡ്രിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അത് എയർ ചാനൽസ് ആണ്. ഇൻ മോസ്റ്റ് കേസസ് നാച്ചുറൽ വെന്റിലേഷൻ ഇസ് നോട്ട് സഫീഷ്യൻറ്റ്. നാച്ചുറൽ വെന്റിലേഷൻ പലപ്പോഴും മതിയാവാറില്ല. ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ തന്നെ വേണ്ടിവരും ഇൻ കേസ് ഓഫ് ടണൽസ്.
മെക്കാനിക്കൽ മെത്തേഡിനകത്ത് ഒരു ഫാൻ യൂസ് ചെയ്ത് ഫ്രഷ് എയർ ബ്ലോ ചെയ്യുവാണ് ത്രൂ പൈപ്സ് ഓർ ഫാബ്രിക് ഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഫ്രഷ് എയർ കിട്ടുന്നു, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ദിസ് എയർ ഇസ് സപ്ലൈഡ് നിയർ ദ വാഷിംഗ് ഫേസ് ആൻഡ് ഓൾസോ ഇറ്റ് റിക്വയേഴ്സ് ദ വാഷിംഗ് ഓഫ് ദ ബോർ ഹോൾസ്. ഓക്കെ, അതായത് നമ്മുടെ ടണലിൻ്റെ എക്സ്കവേഷൻ ഫേസ് മുഴുവൻ വാഷ് ചെയ്യാനായിട്ട് ഈ വെന്റിലേഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. വെന്റിലേഷൻ സിസ്റ്റം വെച്ചാൽ ഫാൻ വെച്ച് എയർ ബ്ലോ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫൗൾ എയർ ആൻഡ് ഫ്യൂംസ് ഹാവ് ടു ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ് ബിഫോർ ദേ ക്യാൻ എക്സിറ്റ് ദ ടണൽ. Okay, and in the process it is possible that the incoming fresh air will absorb the smoke, dust, etc. Okay, അപ്പോൾ നമ്മൾ ടണലിൻ്റെ അകത്തൂടെ നമ്മൾ ഈ വെന്റിലേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ എക്സ്കവേഷൻ ഫേസിൽ നിന്നുള്ള വേസ്റ്റ് എയറും സ്മോക്കും ഡസ്റ്റും എല്ലാം പുറത്ത് പോകാനായിട്ട് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന എയർ പോലും ചിലപ്പം ഒരുപാട് കണ്ടാമിനേറ്റഡ് ആയി പോവാം. ഓക്കെ, ഇനി ബ്ലോ ഇൻ മെത്തേഡിന് ശേഷമുള്ളതാണ് എക്സോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ബ്ലോ ഔട്ട് മെത്തേഡ്. ബ്ലോ ഔട്ട് മെത്തേഡ് എന്ന് വെച്ചാൽ ഫൗൾ എയർ ആൻഡ് ഫ്യൂംസ് ആർ പുൾഡ് ഔട്ട് ത്രൂ എ പൈപ്പ് ആൻഡ് ഇസ് എക്സ്പെൽഡ് ബൈ എ ഫാൻ. ഓക്കെ, ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എയർ തന്നെ പുറത്തോട്ട് സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫൗൾ എയർ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫ്രഷ് എയർ അകത്തോട്ട് വരാനായിട്ട് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ്സ് കണ്ടു. ഒന്ന് നമ്മൾ ഫ്രഷ് എയർ അകത്തോട്ട് പമ്പ് ചെയ്യുന്ന മെത്തേഡും, രണ്ട് ഫൗൾ എയർ പുറത്തോട്ട് എടുക്കുന്ന മെത്തേഡ്. രണ്ട് മെത്തേഡ്സിനും അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഉണ്ട്. ഇനി ലെറ്റ്സ് സീ അബൌട്ട് ലൈറ്റിംഗ് മെത്തേഡ്സ്. Lighting of tunnels are important to ensure that tunnels are well lit so that various activities and operations involved in tunneling can be carried out effectively and safely. Safety, അതുപോലെ efficiency, that is important regarding lighting. The common types of lighting equipment normally used are electric lights, coal gas or acetylene gas lights or lanterns. Okay, the electric lights are the best option. Okay, they are free from smoke and also easily maneuverable from the point of view of extension. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക് ലൈറ്റ്സ്. അതുപോലെ സ്മോക്ക് ഇല്ല. ഗ്യാസ് ലൈറ്റ്സ് ആണെങ്കിൽ സ്മോക്ക് കാണും, സ്മെല്ല് കാണും. ഓക്കെ, the places where plenty of light should normally be provided are operation point, equipment station, bottom of shaft, storage point, tempering station, underground repair shop. ഇവിടൊക്കെയാണ് ലൈറ്റിംഗ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് ടണലിൻ്റെ അകത്ത്. ഈ ടൈപ്സ് ഓഫ് ടണൽ ലൈറ്റിംഗ് സിസ്റ്റംസ് നോക്കാം. ട്രാൻസ്വേഴ്സ് സിസ്റ്റംസ് ഉണ്ട്. ട്രാൻസ്വേഴ്സ് സിസ്റ്റം നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ ഒരു കാറാണ്. കാറ് ടണലിൽ കൂടെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഈ രണ്ട് ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കാം, കാർ പോകുന്നത് ഈ ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ നോക്കാം, കാർ പോകുന്ന ഡയറക്ഷനിൽ തന്നെയാണ്. അതിനാണ് ലോഞ്ചിറ്റ്യൂണൽ ലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി കൗണ്ടർ ബീം ഉണ്ട്. കൗണ്ടർ ബീം എന്ന് പറഞ്ഞാൽ കാറ് വരുന്ന ദിശയുടെ എതിർ ദിശയിലാണ് ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, കൗണ്ടർ ബീം. അപ്പോൾ ട്രാൻസ്വേഴ്സ് മെത്തേഡ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂണൽ മെത്തേഡ് ഉണ്ട്, കൗണ്ടർ ബീം മെത്തേഡ് ഉണ്ട്. ദീസ് ആർ ദ ഡിഫറെന്റ് ലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്. ഓക്കെ, കൗണ്ടർ ബീം സിസ്റ്റത്തിന് അസിമെട്രിക്കൽ ലൈറ്റിംഗ് എന്നും പറയും. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ട്രാൻസ്വേഴ്സ് സിസ്റ്റം ആണെങ്കിൽ ലൈറ്റ് ഇസ് റേഡിയേറ്റഡ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ടണൽ. അതായത് കാറ് പോകുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ടണല് മുന്നോട്ട് പോകുന്ന ദിശയുടെ റൈറ്റ് ആംഗിൾസിൽ വരുന്ന ദിശയിലാണ് ലൈറ്റ് റേഡിയേറ്റ് ചെയ്യുന്നത്. അതിനാണ് ട്രാൻസ്വേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ദ മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്വേഴ്സ് ലൈറ്റിംഗ് ഈസ് ദ കണ്ടിന്യൂസ് ലൈൻ ഓഫ് ട്യൂബുലർ ഫ്ലൂറസെൻസ്. ട്യൂബ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗുഡ് വിഷ്വൽ ഗൈഡൻസ്, മിനിമൽ ഗ്ലെയർ. ഗ്ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ്, നമ്മുടെ എതിർ ദിശയിൽ ലൈറ്റ് വന്നാൽ നമ്മുടെ കണ്ണിലോട്ട് അടിക്കും, അത് ഇവിടെ കുറവാണ്. അതുപോലെ ലൈറ്റ് പെനട്രേഷൻ ബിറ്റ്വീൻ വെഹിക്കിൾസ് ആൻഡ് സിമ്പിൾ സ്വിച്ചിങ്. ഓക്കെ, വാഹനങ്ങളുടെ ഇടയിലൊക്കെ എഫക്റ്റീവായിട്ട് ലൈറ്റ് എത്തും. ഓക്കെ, പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ലൂമിനേറ്റ് സ്പേസിങ്. ഓക്കെ, അതായത് ലൈറ്റുകൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പവർ കൺസംഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ വെച്ചാൽ രണ്ട് സൈഡിലോട്ടും ലൈറ്റ് പോകുന്നുണ്ട് അല്ലേ. ട്രാൻസ്വേഴ്സ് ലൈറ്റിങ്ങിൽ വണ്ടികൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ രണ്ട് സൈഡിലോട്ടുമാണ് ലൈറ്റ് പോകുന്നത്. അപ്പം
ഒരുപാട് പവർ കൺസ്യൂം ചെയ്യും, ഒരുപാട് ലൈറ്റ് വേണ്ടി വരും. പക്ഷേ രണ്ട് സൈഡിലോട്ടും ലൈറ്റ് നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വാഹനം പോകുന്ന ദിശയിൽ തന്നെ രണ്ട് മുന്നോട്ടും പുറകോട്ടും ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഹൈ ലൂമിനസ് എഫിഷ്യൻസി, ബിഗർ ലൂമിനർ സ്പേസിംഗ്, പവർ കൺസംഷൻ സേവിങ്സ്. അതായത് ഇങ്ങനെ ഇതുപോലെ രണ്ട് ദിശയിൽ ലൈറ്റുകൾ കൊടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് ലൈറ്റുകൾ കൊടുത്ത് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നതിനെക്കാട്ടിലും വാഹനം പോകുന്ന ആ ഒരു സ്പേസിൽ മാത്രം മുന്നിലോട്ടും പുറകോട്ടും ലൈറ്റ് കൊടുത്ത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സിസ്റ്റം. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഷാഡോ, കാരണം മുന്നിലും പുറകിലും ലൈറ്റ് കൊടുക്കുന്നത് കൊണ്ട് നിഴലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അൺഈവൻ വാൾ ലൂമിനൻസ്, ഈ വശങ്ങളിലുള്ള നമ്മുടെ മുന്നിലോട്ടും പുറകോട്ടും മാത്രമേ ലൈറ്റ് ഉള്ളൂ, വശങ്ങളിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടണലിൻ്റെ വാൾ സൈഡ് വരുമ്പം അവിടെ ലൈറ്റിംഗ് കുറവായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ ഓപ്പോസിറ്റ് ആൻഡ് സ്റ്റാഗേർഡ് അറേഞ്ച്മെന്റ്സ് വിച്ച് ഹാവ് 2 പാരലൽ ലൈൻസ് ഓഫ് ലൈറ്റിംഗ്. അപ്പോൾ ഇതുപോലെ രണ്ട് പാരലൽ ലൈറ്റിംഗ് ഡയറക്ഷൻസ് കൊടുക്കാമെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെൻറ്ററിലും കുറച്ചുകൂടെ ലൈറ്റ് കിട്ടും. കൗണ്ടർ ബീം സിസ്റ്റം ആണെങ്കിൽ അവിടെ ലൈറ്റ് റേഡിയേറ്റ് ചെയ്യുന്നത് വാഹനം പോകുന്നതിൻ്റെ എതിർ ദിശയിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ത്രെഷ്ഹോൾഡ് സോൺ ലൂമിനൻസ്, അതായത് വാഹനം പോകുന്ന ആ ഒരു ഏരിയയുടെ പുറത്തുള്ള ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം പവർ സേവിങ് ഉണ്ട്, കുറച്ച് ലൈറ്റ്സ് മതി. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ടണലിൻ്റെ എൻട്രൻസ് പോർഷൻ വരുമ്പോൾ അവിടെ വളരെ ഡാർക്ക് ആയിരിക്കും, കാരണം ലൈറ്റ് എതിർദിശയിൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സിന് ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ റിസ്ക് ഓഫ് ലാർജർ വെഹിക്കിൾസ് ഷാഡോയിങ് സ്മോളർ വെഹിക്കിൾസ്, വലിയ വെഹിക്കിൾസിൻ്റെ മറവിൽ ചെറിയ വെഹിക്കിൾസ് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാം. അതുപോലെ തന്നെ ടണലിൻ്റെ സൈഡ് വാൾസിൽ ആവശ്യത്തിന് ലൈറ്റ് ഇല്ലാതെയും ഇരിക്കാം. ഓക്കെ, ഇവിടെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഈസ് റേഡിയേറ്റഡ് parallel to the tunnel axis and against the direction of the traffic flow. ഇതൊരു അസിമെട്രിക്കൽ ലൈറ്റിംഗ് സിസ്റ്റം ആണ്, സിമെട്രിക്കൽ അല്ല. നെക്സ്റ്റ് നമുക്ക് ടണൽ ഡ്രൈവിംഗ് പ്രൊസീജിയേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം സെക്ഷൻസ്, ക്ലാസിഫിക്കേഷൻ, സർവേയിങ്, അലൈൻമെന്റ്, ട്രാൻസ്ഫറിങ് സെൻറ്റർ ആൻഡ് ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം ഷീൽഡ് മെത്തേഡ്, കംപ്രസ്ഡ് എയർ മെത്തേഡ്, ടണൽ ബോറിംഗ് മെഷീൻ, പിന്നെ നമ്മൾ വെന്റിലേഷൻ കണ്ടു, ലൈറ്റിംഗ് കണ്ടു. ഇനി നമ്മൾ ഡ്രൈവിംഗ് പ്രൊസീജിയർ നോക്കാം. Tunnel driving methods along with its procedure. So actual sequence of tunneling operations will depend on the site conditions. As tunneling operations ഏത് ഓർഡറിൽ വേണമെന്നുള്ളത് ആ സൈറ്റ് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിന് ജനറൽ ആയിട്ടും ഉള്ളൊരു സീക്വൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം കൺസ്ട്രക്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് അപ്പ് ആൻഡ് ഡ്രില്ലിംഗ്, ലോഡിംഗ് ഹോൾസ് വിത്ത് എക്സ്പ്ലോസീവ്സ് ആൻഡ് ഫയറിംഗ് എന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ്സ് ബേസ്റ്റ് ആക്കുക, ബ്ലാസ്റ്റ് ചെയ്യുക. പിന്നെ ബ്ലാസ്റ്റ് ചെയ്ത ഡസ്റ്റും സ്മോക്കും ഒക്കെ റിമൂവ് ചെയ്യുക യൂസിങ് വെന്റിലേഷൻ. പിന്നെ മക്ക്, അതായത് ഡേർട്ട് മെറ്റീരിയൽ, സോയില്, റോക്സ്, അതെല്ലാം വാട്ടർ അതെല്ലാം റിമൂവ് ചെയ്യാം. റിമൂവിങ് ദ ഗ്രൗണ്ട് വാട്ടർ ഇഫ് നെസസിറ്റി അറൈസസ്. ആ വാട്ടർ ടേബിളിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ റിമൂവ് ചെയ്യേണ്ടി വരും. വാട്ടർ വിൽ പെനട്രേറ്റ് ഇൻ ടു ദ ടണൽ ഷാഫ്റ്റ്. പിന്നെ ഇറക്റ്റിംഗ് സപ്പോർട്ട്സ് ഫോർ സൈഡ്സ് ആൻഡ് റൂഫ്സ്. അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്ത ഹോളിൻ്റെ റൂഫും സൈഡും എല്ലാം നമ്മൾ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യണം. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ പ്ലേസിങ് കോൺക്രീറ്റ് ലൈനിങ്. ഇതാണ് നോർമൽ ടണൽ ഡ്രൈവിംഗ് പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് സോയിൽ അനുസരിച്ചും സ്റ്റെപ്സിൽ ചെറിയ ഡിഫറൻസ് വരും. നമുക്ക് ഓരോ മെത്തേഡ്സ് നോക്കാം. ആദ്യം ടണലിംഗ് ഇൻ ഹാർഡ് റോക്സ്. ഹാർഡ് റോക്ക് ആണെങ്കിൽ ഒരു ഫസ്റ്റ് മെത്തേഡ് ഫുൾ ഫേസ് മെത്തേഡാണ്. ഫുൾ ഫേസ് മെത്തേഡിനകത്ത് നമ്മൾ ലെങ്ത് ഓഫ് ദി ടണൽ 3 മീറ്റേഴ്സിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഫുൾ ഫേസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലാർജ് സൈസ്ഡ് ടണൽസ് ഇൻ റോക്സ് ആർ ഓൾവേസ് ഡ്രിവൺ ബൈ ദിസ് മെത്തേഡ്. ഫുൾ ഫേസ് മെത്തേഡിൽ ടണലിൻ്റെ സൈസും വലുതായിരിക്കും. ഓക്കെ, 3 meters ലെങ്ത്തും വേണം. സൈസ് ഓഫ് ദ ടണൽ ഷുഡ് ബി ലാർജ്. ഓക്കെ, വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ഡ്രിൽ ക്യാരേജ് ദിസ് മെത്തേഡ് ഇസ് ബിക്കം മോർ ആൻഡ് മോർ പോപ്പുലർ. അപ്പോൾ ഈ ഡ്രിൽ ക്യാരേജ് യൂസ് ചെയ്താണ് നമ്മൾ ഫുൾ ഫേസ് മെത്തേഡ് ചെയ്യുന്നത്. വെർട്ടിക്കൽ കോളംസ് ആർ ഫിക്സ്ഡ് ടു ദ ഫേസ് ഓഫ് ദ ടണൽ ടു വിച്ച് എ ലാർജ് നമ്പർ ഓഫ് ഡ്രിൽസ് ക്യാൻ ബി മൗണ്ടഡ് ഓർ ഫിക്സ്ഡ് അറ്റ് എനി suitable height. ഇവിടെ ഇങ്ങനെ കോളംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ കോളംസ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഡ്രില്ല് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഡ്രിൽ മെഷീൻ ഡ്രിൽസ് എ സീരീസ് ഓഫ് ഹോൾസ് അറ്റ് അബൌട്ട് 120 centimeters center to center in any number of desired rows, preferably in 2 rows. അപ്പോൾ ഇവിടെ നമ്മൾ 2 കോളംസ് കാണുന്നുണ്ട്. ഈ 2 കോളംസിലും ഡ്രിൽസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രിൽസ് ദേ ആർ ഡ്രില്ലിംഗ് ഹോൾസ്. ഓക്കെ, അറ്റ് 120 centimeters center to center. ഓക്കെ,
സൈസ് എന്ന് പറഞ്ഞാൽ 10 mm to 40 mm ആയിരിക്കും. ഈ ഹോൾസിലാണ് നമ്മൾ എക്സ്പ്ലോസീവ്സ് ഫിക്സ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്. ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡിനകത്ത് ദി ക്രോസ് സെക്ഷൻ ഇസ് ഡിവൈഡ് ഇൻ ടു 2 പാർട്സ്. ടോപ്പ് പോർഷന് ഹെഡിങ് എന്ന് പറയും, ബോട്ടം പോർഷന് ബെഞ്ച് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹെഡിങ് ഉണ്ട്, ബെഞ്ച് ഉണ്ട്. Okay, usually this method is adopted for railway tunnels. Okay, ഈ മെത്തേഡിൽ the top portion or heading will be about 3.7 to 9.6 meters ahead of the bottom portion. Okay, the heading portion എന്ന് പറഞ്ഞാൽ that will be 3.7 to 9.6 meters ahead of the bottom portion. Bottom portionനെക്കാട്ടിലും ഇത്രയും ദൂരം മുന്നിലായിരിക്കും ടോപ്പ് ഹെഡിങ് പോർഷൻ എന്ന് പറയുന്നത്. Okay, in hard rock which may permit the roof to stand without supports. അപ്പോൾ റൂഫിന് സപ്പോർട്ട് ആവശ്യമില്ലാത്ത റോക്ക് സർഫസസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടോപ്പ് ഹെഡിങ് ഇസ് ജനറലി അഡ്വാൻസ്ഡ് ബൈ 1 റൗണ്ട് ഓഫ് ബോട്ടം പോർഷൻ. ഓക്കെ, നമ്മൾ ടോപ്പ് ഡ്രില്ല് ചെയ്യാനായിട്ട് ടോപ്പ് അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ബോട്ടം പോർഷൻ കുറച്ച് ഡ്രിൽ ചെയ്ത് മാറ്റും. കാരണം ടോപ്പിന് സപ്പോർട്ട് ആവശ്യമില്ല. അവിടെയാണ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. If the rock is broken, then heading may be driven well ahead of the bottom portion, and after giving proper support to the roof, bottom portion is completed. Okay, റൂഫിന് സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആവശ്യമില്ലാത്ത ഹെഡിങ് വെച്ച് തന്നെ നമുക്ക് ബോട്ടം പോർഷൻ ഡ്രില്ലിംഗ് കണ്ടിന്യൂ ചെയ്യാം. In hard rock, the heading is bored first, and the holes are driven for the bench portion at the same time as the removal of the muck. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹോൾ ഡ്രിൽ ചെയ്യുന്നത് ഇത് ഹെഡിങ് പോർഷൻ ആണ്, ഹോൾ ഡ്രിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബെഞ്ച് പോർഷൻ ആണ്, ഹോൾ ഡ്രിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ ഹെഡിങ് പോർഷൻ ഇവിടെ കണ്ടോ, ഇവിടെ സപ്പോർട്ടൊന്നും ഇല്ല, ഹോൾസ് നമ്മൾ ഡ്രിൽ ചെയ്തു. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തു. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ ബെഞ്ചിൽ നമ്മൾ ഓൾറെഡി ഇത്രയും അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ റൂഫിന് സപ്പോർട്ട് ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ ബെഞ്ച് പോർഷൻ ആണ് ആദ്യം അഡ്വാൻസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. റൂഫിന് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. ഈ മെത്തേഡിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് റിക്വയർസ് ലെസ് എക്സ്പ്ലോസീവ് ദാൻ ദ ഫുൾ ഫേസ്. എക്സ്പ്ലോസീവ്സ് കുറച്ച് മതി. അതുപോലെ ബട്ട് ഡ്യൂ ടു ഡെവലപ്മെന്റ് ഓഫ് ഡ്രിൽ കാരേജ് യൂസ് ഓഫ് ദിസ് മെത്തേഡ് ഇസ് ഡിക്രീസിങ്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ കണ്ട ആ ഒരു അറേഞ്ച്മെന്റ്, വെർട്ടിക്കൽ കോളംസും അതിനകത്ത് സ്ലൈഡിംഗ് ഡ്രിൽസും ഉള്ള ആ ഒരു അറേഞ്ച്മെന്റ്, ദാറ്റ് ഇസ് more easier if a drill carriage is available. Drill carriage ഇപ്പം മോസ്റ്റ് കോമൺ ടെക്നോളജിയാണ്. അതുകൊണ്ട് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് ഇപ്പോൾ ഒരുപാട് പോപ്പുലർ അല്ല. ഇപ്പോൾ ഫുൾ ഫേസ് മെത്തേഡാണ് പോപ്പുലർ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ഡ്രിഫ്റ്റ് മെത്തേഡാണ്. ഡ്രിഫ്റ്റ് മെത്തേഡിൽ ചെയ്തതെന്ന് വെച്ചാൽ വലിയൊരു ടണൽ എക്സ്കവേറ്റ് ചെയ്യുന്നതിന് മുൻപേ ആ ടണലിൻ്റെ ഫുൾ ലെങ്ത്തിലോ അല്ലെങ്കിൽ ഹാഫ് ലെങ്ത്തിലോ, ഇതാണ് നമ്മുടെ വലിയ ടണലെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു ഹാഫ് ലെങ്ത് വരെ അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് വരെ നമ്മൾ ചെറിയ ഒരു ഹോള് ഡ്രിൽ ചെയ്യുന്നു. ആ ഹോളിനാണ് ഒരു ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന പേര് നമ്മൾ നാച്ചുറൽ വെന്റിലേഷന് കേട്ടു. ഡ്രിഫ്റ്റ് ചെറിയ ഹോൾസ് ഡ്രിൽ ചെയ്ത് നമ്മൾ നാച്ചുറൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് ഇനഫ് അല്ല. അതുകൊണ്ട് നമ്മൾ മെക്കാനിക്കൽ വെന്റിലേഷൻ മെത്തേഡ്സിന് പോയി. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ബൈ 3 മീറ്റർ അപ്രോക്സിമേറ്റ് സൈസ് ഉള്ളത് ചെറിയ ടണലാണ്. ഈ ടണലാണ് നമ്മൾ ആദ്യം ഡ്രിൽ ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും ആവാം, സെൻറ്ററിലാവാം, ബോട്ടത്തിലാവാം, ടോപ്പിലാവാം, സൈഡ്സിലാവാം. അപ്പം ഇത് ഡ്രിൽ ചെയ്തതിന് ശേഷം എക്സ്പ്ലോസീവ്സ് വെച്ച് അവിടെ റോക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മക്ക്, അതായത് ഡസ്റ്റോ സ്മോക്കോ അല്ലെങ്കിൽ വാട്ടർ സ്ലറിയോ എന്താണെന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഫുൾ ക്രോസ് സെക്ഷനിൽ നമ്മൾ ടണൽ ഫിനിഷ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ ഡ്രിഫ്റ്റ് മെത്തേഡ്. വലിയ ടണലിൻ്റെ ഫുൾ ക്രോസ് സെക്ഷൻ ഡ്രിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെറിയ ഹോൾ ആദ്യം ഡ്രിൽ ചെയ്തതിന് ശേഷം പിന്നെ ബ്ലാസ്റ്റ് ചെയ്യുന്നു. ഇനി ഡ്രൈവിംഗ് ടണൽസ് ത്രൂ സോഫ്റ്റ് ഗ്രൗണ്ട്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഹാർഡ് റോക്കിനുള്ള ഫുൾ ഫേസ് മെത്തേഡ്, അതുപോലെ ഡ്രിഫ്റ്റ് മെത്തേഡ്, അങ്ങനെയുള്ള മെത്തേഡ്സ് ആയിരുന്നു. ഇനി അല്ലെങ്കിൽ ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്. ഇനി നമ്മൾ സോഫ്റ്റ് ഗ്രൗണ്ടിലെ മെത്തേഡ്സ് നോക്കാം. അപ്പോൾ ഇവിടെ സോഫ്റ്റ് ഗ്രൗണ്ടിൽ എക്സ്പ്ലോസീവ്സ് ആർ നോട്ട് യൂസ്ഡ്. കാരണം വെറ്റ് ആയിട്ടുള്ള സർഫസിൽ നമ്മൾ എക്സ്പ്ലോസീവ്സ് വർക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ തന്നെ അത് ബ്ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഹാർഡ് മെറ്റീരിയൽ അല്ല. ഓക്കെ, that is soft material അല്ലെങ്കിൽ water bearing strata. Okay, tunneling is done with hand tools such as pickaxes and shovels. Okay, അപ്പോൾ ഇവിടെ സോയിലിന് സപ്പോർട്ടും ആവശ്യമാണ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ സോയിൽ. ഓക്കെ, അപ്പോൾ ടിമ്പറാണ് പണ്ട് യൂസ് ചെയ്തിരുന്ന സപ്പോർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത്.
അപ്പം ഇവിടെ ഇപ്പം സ്റ്റീൽ ലൈനർ പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂഫിനും സപ്പോർട്ട് ആവശ്യമാണ്, അതുപോലെ ടണൽ സൈഡ് വാൾസിനും സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, കെയർ ഷുഡ് ബി ടേക്കൺ ടു എൻഷുർ ദാറ്റ് ഓൾ സ്ട്രട്സ് ഷുഡ് ബി എഫിഷ്യൻ്റ്ലി സ്ട്രോങ്. സപ്പോർട്ട്സ് എല്ലാം സ്ട്രോങ് ആയിരിക്കണം ടു ബിയർ ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സ്. ഓക്കെ, അപ്പം സോഫ്റ്റ് സോയിലിലെ ടണൽ ഡ്രൈവിംഗ് മെത്തേഡ്സിലെ ഫസ്റ്റ് മെത്തേഡാണ് നീഡിൽ ബീം മെത്തേഡ്. ഓക്കെ, നീഡിൽ ബീം മെത്തേഡ് എന്ന് പറയുന്നത് ദ റൂഫ് സോയിൽ ക്യാൻ സ്റ്റാൻഡ് വിത്തൗട്ട് സപ്പോർട്ട് ഫോർ ഫ്യൂ മിനിറ്റ്സ്. റൂഫ് സോയിലിന് കുറച്ച് നേരം, ഏതാനും നിമിഷങ്ങൾ മാത്രം സപ്പോർട്ട് ഇല്ലാതെ റൂഫിന് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5 to 6 meters ലോങ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് timber beams are required in addition to other timber and struts. Okay, അപ്പോൾ ഇവിടെ RS rolled steel joist timber beams ആണ് യൂസ് ചെയ്യുന്നത്. This method requires large number of jacks which cause obstruction in the efficient working of the laborers. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ a small drift of size about 1 meter by 1 meter is prepared. അപ്പോൾ ചെറിയൊരു ഹോൾ ആദ്യം ഡ്രിൽ ചെയ്യുന്നു 1 meter by 1 meter. അതിനുശേഷം നീഡിൽ ബീം കൺസിസ്റ്റിംഗ് ഓഫ് 2 eye girders bolted together. ഓക്കെ, ഇതാണ് രണ്ട് ഐ ഗർഡർ, ഒരു ഗേർഡർ ഇതാണ്, ഒരു ഗേർഡർ ഇതാണ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് വിത്ത് എ വുഡൻ ബ്ലോക്ക് അറ്റ് ദ സെന്റർ. ഇതാണ് വുഡൻ ബ്ലോക്ക്. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് നീഡിൽ ബീം എന്ന് പറയുന്നത്. രണ്ട് ഐ ഗർഡർ ബോൾട്ടഡ് ടുഗദർ വിത്ത് എ വുഡൻ ബ്ലോക്ക് ഇൻ ദ മിഡിൽ. അപ്പം ഇത് നമ്മുടെ ഡ്രിഫ്റ്റിന്റെ സെന്ററിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു ഹോൾ 1 meter by 1 meter അതിന്റെ സെന്ററിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ഡ്രിഫ്റ്റിന്റെ റൂഫ് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, റൂഫ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സപ്പോർട്ട് പോർഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ജാക്ക് കൊണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സപ്പോർട്ട്സ് എല്ലാം റെസ്റ്റ് ചെയ്യുന്നത് ഈ നീഡിൽ ബീമിലാണ്. നീഡിൽ ബീം എന്ന് പറഞ്ഞാൽ സെന്ററിൽ വുഡൻ ബ്ലോക്ക്, അതിന്റെ കൂടെ 2 ഐ ഗർഡർ. ഓക്കെ, അതിനുശേഷം നീഡിൽ ബീം ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി. ഈ നീഡിൽ ബീം ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഐ ഗർഡർ കാണാം. ഇതിന്റെ 2 ഐ ഗർഡറും നടുക്ക് വുഡൻ ബ്ലോക്കും. അതാണ് ഈ നീഡിൽ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രണ്ട് എൻഡ് റെസ്റ്റ് ഓൺ ദ ഡ്രിഫ്റ്റ് ഇറ്റ് സെൽഫ് ആൻഡ് ദ റിയർ എൻഡ് ഇസ് സപ്പോർട്ടഡ് ഓൺ ദ വെർട്ടിക്കൽ. അപ്പം ഡ്രിഫ്റ്റിന്റെ ഇതാണ് ഡ്രിഫ്റ്റ്. ഇത്രയും പോർഷൻ ആണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോൾ. അപ്പൊ ഇവിടെയാണ് ഡ്രിഫ്റ്റ് തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ നീഡിൽ ബീം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡ്രിഫ്റ്റിന്റെ തുടക്കത്തിൽ വെക്കും. ഇവിടെ നമ്മൾ അതിനെ ഒരു പോസ്റ്റ് വെച്ച് താങ്ങി നിർത്തും. അപ്പൊ നീഡിൽ ബീമിന്റെ ലെങ്ത് ആണ് ഇത്. ഇത്രയും നീളമുള്ള നീഡിൽ ബീമാണ്. ഓക്കെ, ജാക്ക് ഇസ് പ്ലേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് ദ ബീം ടു സപ്പോർട്ട് ദ റൂഫ്. ഇവിടെ നമ്മൾ ജാക്ക് പ്ലേസ് ചെയ്ത് റൂഫ് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഫിഗർ അറിയാമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ദ ഫോർ പോളിംഗ് മെത്തേഡ്. ഫോർ പോളിംഗ് ഇസ് എൻ ഓൾഡ് മെത്തേഡ് ഓഫ് ടണലിംഗ് ത്രൂ സോഫ്റ്റ് ഗ്രൗണ്ട്. ഓക്കെ, ഈ മെത്തേഡ് നോക്കുവാണെങ്കിൽ ഫ്രെയിം ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ലെറ്റർ എ ഷേപ്പ് ഉള്ള ഒരു ലെറ്റർ എയുടെ ഷേപ്പ് ഉള്ള ഒരു ഫ്രെയിം പ്ലേസ് നിയർ ദ ഫേസ് ഓഫ് ദ ടണൽ. ഓക്കെ, അതിനുശേഷം ഇറ്റ് ഇസ് കവേർഡ് വിത്ത് സ്യൂട്ടബിൾ പ്ലാങ്ക്സ്. Okay, poles are then inserted at the top of the frame up to a viable depth. Okay, excavation is carried out below these poles, which are supported by vertical posts. Excavation is carried out on the sides and the excavated portion is suitably supported by timber. ഇവിടെ എന്ന് വെച്ചാൽ ആദ്യം ടണലിന്റെ ഫേസിൽ ഒരു എ ഫ്രെയിം വെക്കുന്നു. അതിനുശേഷം നമ്മൾ പോൾസ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് പോൾസ് വെച്ച് നമ്മൾ എക്സ്കവേഷൻ proceed ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർ പോളിംഗ് is a slow and tedious process and requires skilled manpower and strict supervision. Okay. ഇനി let's see the American method. Okay, ഇവിടെ എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് ഉണ്ട്. ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ ഹോൾ അല്ലെ, 1 meter by 1 meter അല്ലെ 3 meter by 3 meter. ഡ്രിഫ്റ്റ് is supported by laggings, caps and 2 vertical posts. Okay, sides are then widened. Sides of the drift are widened using timber planks and struts. അപ്പോൾ ഈ ഡ്രിഫ്റ്റിന് നമ്മൾ സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ പിന്നെ അത് വൈഡൻ ചെയ്യുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് വൈഡനിങ് ഇസ് കണ്ടിന്യൂ ടിൽ ഇറ്റ് റീച്ചസ് ദ സ്പ്രിംഗിങ് ലെവൽ. സ്പ്രിംഗിങ് ലെവൽ എന്ന് വെച്ചാൽ റൂഫ് തുടങ്ങുന്ന ലെവൽ. നമ്മുടെ ടണൽ ഇങ്ങനെയാണെങ്കിൽ ഇതാണ് സ്പ്രിംഗിങ് ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് സ്പ്രിംഗിങ് ലെവൽ. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് സ്പ്രിംഗിങ് ലെവൽ എത്തുന്നവരെ നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, സൈഡ് സപ്പോർട്ടും റൂഫ് സപ്പോർട്ടും എല്ലാം കൊടുക്കും. ഓക്കെ, വാൾ പ്ലേറ്റ്സ് ആർ ഫിക്സ്ഡ് അറ്റ് ദ സ്പ്രിംഗിങ് ലെവൽ വിച്ച് ഇൻ ടേൺ ആർ സപ്പോർട്ടഡ് ബൈ വെർട്ടിക്കൽ പോസ്റ്റ്. അപ്പോൾ ഇവിടെ വാൾ പ്ലേറ്റ്സ് ഈ സ്പ്രിംഗിങ് ലെവലിൽ നമ്മൾ വാൾ പ്ലേറ്റ്സ്
ഫിക്സ് ചെയ്യുന്നു. അതിന് സപ്പോർട്ടായിട്ട് വെർട്ടിക്കൽ പോസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, പോസ്റ്റ് ക്യാൻ ബി റിമൂവ്ഡ് ആൻഡ് ടണലിംഗ് വർക്ക് കണ്ടിന്യൂഡ് ഫർദർ ഇൻ എ സിമിലർ മാനർ. വാൾ പ്ലേറ്റ് വെച്ചു. അപ്പോൾ ഇനി വെർട്ടിക്കൽ പോസ്റ്റും വെച്ചു. ഇനി നമുക്ക് പോസ്റ്റ് മുമ്പിലോട്ട് എക്സ്കവേഷൻ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് ആണ് ബെൽജിയൻ മെത്തേഡ്. ബെൽജിയൻ മെത്തേഡ് is particularly suitable for areas where the height of the overburden is less and thus the surface is not going to be disturbed. അതായത് നമ്മുടെ ഡെപ്ത് കുറവാണ്. ഓക്കെ, അതായത് ഈ ടണലിന് മുകളിലുള്ള ഓവർബർഡൻ വളരെ കുറവാണ്, സർഫസിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് വരത്തില്ല. ഇൻ ദിസ് കേസ് ഹെഡിങ് ഈസ് എക്സ്കവേറ്റഡ് ഫസ്റ്റ്. ആദ്യം നമ്മളുടെ മുകളിൽ എക്സ്കവേറ്റ് ചെയ്യുന്നു. Okay, supported by crown bar posts and laggings. The sides are then excavated. Okay, അതിനുശേഷം സൈഡ്സ് ആദ്യം നമ്മൾ ഹെഡിങ് മുകൾ ഭാഗം എക്സ്കവേറ്റ് ചെയ്യുന്നു ടണലിൻ്റെ. അതിനുശേഷം നമ്മൾ സൈഡ്സ് എക്സ്കവേറ്റ് ചെയ്യുന്നു. ഇതിനെല്ലാം സപ്പോർട്ടിനായിട്ട് ക്രൗൺ ബാർസും പോസ്റ്റും ലാഗിങ്സും എല്ലാം ഉണ്ട്. ഓക്കെ, ദ വർക്ക് ഓഫ് ലൈനിങ് ദ ആർച്ച് ഇസ് ക്യാരിഡ് ഔട്ട് ആൻഡ് ഫർദർ എക്സ്കവേഷൻ ഇസ് ഡൺ. അതിനുശേഷം മുകളിൽ നമ്മൾ ലൈനിങ് കൊടുത്തതിന് ശേഷം ഹെഡിങ്ങിൻ്റെ അവിടെ ലൈനിങ് കൊടുത്തതിന് ശേഷം ഫർദർ എക്സ്കവേഷൻ പ്രൊസീഡ് ചെയ്തു. നെക്സ്റ്റ് മെത്തേഡ് ഇംഗ്ലീഷ് മെത്തേഡാണ്. ഇംഗ്ലീഷ് മെത്തേഡിൽ സിമിലർ ടു ദ അമേരിക്കൻ മെത്തേഡ്, പക്ഷേ ആ റൂഫ് സപ്പോർട്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ പോസ്റ്റിൻ്റെ കൂടെ അണ്ടർ പിന്നിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. അണ്ടർ പിന്നിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫൗണ്ടേഷൻ പോലെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ പോസ്റ്റുകളും കാണും. വെർട്ടിക്കൽ പോസ്റ്റ് മാത്രമല്ല, അവിടെ സപ്പോർട്ട് അവിടെ ഒരു ഫൗണ്ടേഷൻ പോലെ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഡ്രിഫ്റ്റ് ഇസ് ഡ്രിവൺ ഇൻ ടു ദ ടോപ്പ് ഓഫ് ദ ടണൽ അബൌട്ട് 5 meter ahead ഓഫ് ദ എക്സിസ്റ്റിംഗ് ആർച്ച് ലൈനിങ്. ആർച്ച് ലൈനിങ് എന്ന് പറഞ്ഞാൽ ആ റൂഫ് ആർച്ച്, ടണലിൻ്റെ റൂഫ് ആർച്ചിൻ്റെ സപ്പോർട്ടിനാണ് ലൈനിങ് എന്ന് പറഞ്ഞാൽ. അതിന് 5 meter മുൻപേ ആയിട്ട് ഒരു ഡ്രിഫ്റ്റ്, അതായത് ചെറിയ ഹോൾ, ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ 1 meter by 1 meter ഉള്ള ചെറിയ ഹോള് ഡ്രിൽ ചെയ്യുന്നു. അതിനുശേഷം അത് വൈഡൻ ചെയ്യുന്നു. ഡ്രിഫ്റ്റ് വെച്ചുള്ള മെത്തേഡ് എപ്പോഴും ആദ്യം നമ്മൾ ഡ്രിഫ്റ്റ് ഒരു ചെറിയ ഹോളായിരിക്കും, അത് കൺസ്ട്രക്ട് ചെയ്തിട്ട് എക്സ്പ്ലോസീവ്സ് വെച്ച് ഫില്ല് ചെയ്ത് അത് ബ്ലാസ്റ്റ് ചെയ്ത് വലിയ ഹോളാകും. ഓൺ ബോത്ത് സൈഡ്സ് സപ്പോർട്ടഡ് ബൈ ക്രൗൺ ബാർസ് ആൻഡ് പോസ്റ്റ്സ് ദ വർക്ക് ഇസ് ക്യാരിഡ് ഓൺ ടിൽ ദ സ്പ്രിംഗിങ് ലെവൽസ് ഈസ് റീച്ച്ഡ്. ഓക്കെ, ഇത് അമേരിക്കൻ മെത്തേഡിന് സിമിലർ ആയിട്ടുള്ള മെത്തേഡാണ്. അതിനുശേഷം സിൽ ഇസ് ദെൻ extended across the tunnel and then extended pieces is supported by underpinning. Okay, this method requires good quality timber as well as simultaneous frequent shifting from place to place. ഇനി നമുക്ക് ടണൽ ലൈനിങ് ആണ് ലാസ്റ്റ് ടോപ്പിക്ക്. അത് കഴിഞ്ഞ് ടണൽ ഡ്രെയിനേജും ഉണ്ട്. ഓക്കെ, ടണൽ ലൈനിങ് നോക്കുവാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് what is the purpose of providing a lining? That is strengthening the sides and roofs to withstand the pressure and prevent the tunnel from collapsing. അതുപോലെ providing correct shape and cross section, checking the leakage of water, binding the loose rock and providing stability, അതുപോലെ reducing the maintenance cost. അപ്പോൾ സീക്വൻസ് ഓഫ് ലൈനിങ്, അതായത് സ്റ്റെപ്സ് ഓഫ് ലൈനിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം യുണൈറ്റിംഗ് ഇസ് ഡൺ ടു സീൽ ദ വാട്ടർ ഇൻ റോക്ക് ടണൽസ്. ഓക്കെ, കോൺക്രീറ്റ് ലൈനിങ് ഈസ് ഡൺ എയ്തർ ഇൻ വൺ അറ്റംപ്റ്റ് ആസ് the case of circular tunnels or by separately tackling the west side wall and the arch. ഓക്കെ, ബസ് കോൺക്രീറ്റ് ലൈനിങ് ആണെങ്കിൽ, സർക്കുലർ ടണൽ ആണെങ്കിൽ ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വെസ്റ്റ് സൈഡ് വാൾ ആർച്ച്, അങ്ങനെ 3 പോർഷൻസ് ആയിട്ട് ചെയ്യണം. വെസ്റ്റ് സൈഡ് വാൾ ആർച്ച്. For tunnel that measure from 1 to 3 meter, 1 meter, 2 meter, 3 meters in diameter, the concrete lining can be provided by hand placing method. അത് കോൺക്രീറ്റ് മാനുവലി പ്ലേസ് ചെയ്താൽ മതി. വലിയ ടണൽസ് ആകുമ്പോൾ ഒരുപാട് കോൺക്രീറ്റ് വേണ്ടി വരും. അപ്പോൾ ദേ യൂസ് കോൺക്രീറ്റ് പമ്പ്സ് ഓർ ന്യൂമാറ്റിക് പ്ലേസസ്. കോൺക്രീറ്റ് മിക്സർ ചെയ്ത് പമ്പ് ചെയ്യും. കോൺക്രീറ്റ് is cured to its maximum strength. If the humidity inside the tunnel is not sufficient, curing can be by spraying. കോൺക്രീറ്റ് എവിടെ ലേ ചെയ്താലും ക്യൂറിങ് വേണം, അല്ലേ? നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം at regular intervals. So that should be done. Different ways of lining practices adopted by Indian Railways is depicted in figure. ഈ 3 മെത്തേഡ്സ് ഓഫ് ലൈനിങ് ആണ് ഇന്ത്യൻ റെയിൽവേസ് യൂസ് ചെയ്യുന്നത്. അപ്പം സൈഡ് ഒന്ന് ഇവിടെ റൂഫ് ആർച്ച് ലൈൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ ബെഞ്ചിങ് ഉണ്ട്, ഇവിടെയും ബെഞ്ച് എന്ന് പറയുന്നത് ബോട്ടം പോർഷൻ, ഹെഡിങ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പോർഷൻ. ഈ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. Okay, next we will see the drainage of tunnels. See, good drainage is essential for safe and smooth operation. Okay,
അപ്പോൾ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രൗണ്ട് വാട്ടർ, അതുപോലെ തന്നെ വാട്ടർ കളക്റ്റഡ് ഫ്രം വാഷിംഗ് ഓഫ് ബോർ ഹോൾസ്. നമ്മൾ ഈ ഡ്രിൽ ചെയ്ത ഹോൾസ് വാഷ് ചെയ്യണം. ഡ്രിൽ ചെയ്ത ഹോൾസിനാണ് ബോർ ഹോൾസ് എന്ന്. അത് വാഷ് ചെയ്യാനുള്ള വാട്ടറും ടണലിനകത്ത് വരും. വാട്ടർ സീപ്പിംഗ് ഇൻ അപ് ത്രൂ ദി ഗ്രൗണ്ട് ആസ് വെൽ ആസ് ഫ്രം ദി വാഷിംഗ് ഓഫ് ബോർ ഹോൾസ് ഇസ് കളക്റ്റഡ് ഇൻ സം വെൽസ്. അപ്പം വാട്ടർ, ഈ ഗ്രൗണ്ട് വാട്ടറും അതുപോലെ നമ്മൾ വാഷ് ചെയ്യുന്ന വാട്ടറും എല്ലാം അത് ഡ്രെയിനേജ് സമ്പുണ്ട്, അതിൽ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം അത് പമ്പ് ചെയ്ത് പുറത്ത് കളയുന്നു. ഓക്കെ. പിന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡ്രെയിനേജ് ഡിച്ചസ് ആർ പ്രൊവൈഡഡ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ടണൽ ദാറ്റ് സ്ലോപ്പ് ഫ്രം ദ പോർട്ടൽ ടുവേർഡ്സ് ദ സമ്പ് വെൽ. ഓക്കെ. സമ്പ് വെൽ എന്ന് വെച്ചാൽ ആ ഡ്രെയിനേജ് കളക്ടിങ് പിറ്റാണ്. ഓക്കെ. ഡ്രെയിനേജ് സിസ്റ്റം വിൽ ഇൻക്ലൂഡ് ഓൾ കമ്പോണൻറ്റ്സ് നീഡഡ് ടു എൻഷുർ ദാറ്റ് സബ്സ്ട്രക്ചർ ഇസ് പ്രോപ്പർലി ഡ്രെയിൻഡ്. ഓക്കെ. അതിനകത്ത് ഓപ്പൺ ഡിച്ച് കാണും, ക്ലോസ് ഡിച്ച് കാണും, പൈപ്പ് ഡ്രെയിൻസ് കാണും. ഇതെല്ലാം ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. വാട്ടർ ഡ്രെയിൻ, സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് പൈപ്പ്സ് കാണും, അതുപോലെ ചാനൽസ്, കൾവേർട്സ്. ഓക്കെ. ഇനി സെക്കൻഡറി ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ പ്രൈമറി ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഇറ്റ് ക്യാപ്ചേഴ്സ് ദ ഹിൽ വാട്ടർ, അതായത് ഗ്രൗണ്ട് വാട്ടർ. സെക്കൻഡറി ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വെച്ചാൽ ടു ചാനൽ ദിസ് മൗണ്ടൻ വാട്ടർ ഇൻ ദ ടണൽ ക്രോസ് സെക്ഷൻ. ഓക്കെ. അതായത് അത് പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട് അതിനപ്പം പൈപ്പ്സ് ഉണ്ട്, സൈഡ് ഡ്രെയിനേജ് ഉണ്ട്, ഫ്ലോർ ഡ്രെയിനേജ് ഉണ്ട്, ക്രോസ് കളക്ടേഴ്സ് ആൻഡ് മൗണ്ടൻ വാട്ടർ കളക്ടിങ് മെയിൻ പൈപ്പ്സ് ഉണ്ട്, കൺവെയർ പൈപ്പ്സ് ഉണ്ട്. ഓക്കെ. ഡ്രെയിനേജ് ഓഫ് ടണൽ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്: സമ്പ് ആൻഡ് പമ്പ്, ഗ്രൗട്ടിംഗ്, പൈലറ്റ് ടണൽ. സമ്പ് ആൻഡ് പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ കളക്ട് ചെയ്യുന്ന പൈപ്പ്സ്, അതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് 300 മീറ്റർ. ഓക്കെ. അപ്പോൾ ഒരു സമ്പിൽ നിന്ന് അടുത്ത സമ്പിലോട്ടാണ് വാട്ടർ പമ്പ് ചെയ്യുന്നത്. പിന്നെ ഗ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഇസ് പെർക്കുലേറ്റിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി ടണൽ. In such cases, the grouting is adopted to make the seams watertight. Okay. അതുപോലെ പൈലറ്റ് ടണൽ. പൈലറ്റ് ടണൽ at a lower level than the main tunnel is constructed parallel to it for the drainage of water. മെയിൻ ടണലിൻ്റെ പാരലായിട്ട് ഒരു ടണൽ അതിനെക്കാട്ടി താഴ്ന്ന ലെവലിൽ കൺസ്ട്രക്ട് ചെയ്ത് വാട്ടർ ഡ്രെയിൻ ചെയ്ത് വരും പ്രോസസ്സ്. ഗ്രൗട്ടിംഗ് ആണെങ്കിൽ നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഡ്രെയിൻ ചെയ്യുന്നത് മുകളിൽ നിന്നാണെങ്കിൽ, ടണലിൻ്റെ താഴെയാണ് വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റം വെച്ച് കളക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷേ മുകളിൽ നിന്നാണ് വാട്ടർ പെനട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഗ്രൗട്ടിംഗ് യൂസ് ചെയ്യേണ്ടി വരും. ഗ്രൗട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടാറോ അല്ലെങ്കിൽ കോൺക്രീറ്റോ എന്തെങ്കിലും പമ്പ് ചെയ്ത് നമ്മൾ ആ ടണലിൻ്റെ ജോയിൻസോ അല്ലെങ്കിൽ സീംസ് അതിനെ വാട്ടർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തേ പറ്റും.